കേക്കാവോ? ഹലോ. ആ, കാണാനും പറ്റുന്നുണ്ടല്ലോ. ശരി. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇന്ന് നമുക്ക് പറ്റുവാണെങ്കിൽ പോർഷൻസ് അങ്ങ് തീർക്കാം. അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് പഠിക്കേണ്ടത് നമ്മള് ഇത് മാത്സ് എന്താ ക്രിപ്റ്റോഗ്രഫിക്കാരെ കൂടുതൽ നമ്മൾ മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. കുറച്ച് ആൾജിബ്രായിക് സ്ട്രക്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ക്രിപ്റ്റോഗ്രഫിയിൽ ആവശ്യമുള്ളൊരു രണ്ട് മൂന്ന് കൺസെപ്റ്റുകളാണ്. അതൊന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പ്, രണ്ട് റിങ്, ഫീൽഡ്. ഈ മൂന്ന് സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ക്ലിയർ ആയിട്ട്? കുഴപ്പമില്ലല്ലോ. എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ മറ്റേ റെഡ് യൂസ് ചെയ്യണോ? ബ്ലാക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ശരി ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഗ്രൂപ്പ്, റിങ്, ഫീൽഡ് എന്ന് പറയുന്ന മൂന്ന് കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ശരിക്കും നമുക്ക് ക്രിപ്റ്റോഗ്രഫിയിൽ ഏറ്റവും ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഫീൽഡാണ്. പക്ഷെ ഫീൽഡ് എന്താണ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഗ്രൂപ്പും റിങ്ങും എന്താ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കേട്ടോ? ഫീൽഡ് തന്നെ നമുക്ക് ആവശ്യമുള്ളത് വേറെ ആണെങ്കിലും നമ്മൾ എന്താ പറയുന്ന ഒരു പൊതുവെ പറയുകയാണെങ്കിൽ ഫീൽഡാണ് നമുക്ക് ക്രിപ്റ്റോഗ്രഫിയിൽ ഏറ്റവും ആവശ്യമുള്ളത്. അപ്പൊ അതിൽ ആ ഫീൽഡ് പഠിക്കണമെങ്കിൽ ഗ്രൂപ്പും റിങ്ങും അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഗ്രൂപ്പ് എന്ന് നോക്കാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സാ. ഓക്കെ. ഇപ്പൊ ഞാൻ ഗ്രൂപ്പിന് കൊടുക്കുന്ന നമ്പർ, ഡിനോട്ട് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് ലെറ്റർ എന്ന് പറയുന്നത് ജി. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ്. അതായത് നമ്മൾ നേരത്തെ ഇത് പഠിച്ചില്ലേ, മോഡുലസിന് സെറ്റ് ഓഫ് റെസിഡ്യൂസ് പഠിച്ചില്ലേ, ഇസഡ് എന്ന് പഠിച്ചില്ലേ? മോഡുലസിന്റെ ഓർമ്മയുണ്ടോ? സെറ്റ് ഓഫ് റെസിഡ്യൂസ് ഇന്നലെ ഭാമയ്ക്ക് ഓർമ്മ കാണത്തില്ല, ബാക്കിയുള്ളവർക്ക് സെറ്റ് ഓഫ് റെസിഡ്യൂസ് ഇസഡ് എൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ എന്നിന്റെ മോഡുലസ് എടുക്കുമ്പോൾ ആ എന്നിന് വരാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0 to n-1 ആണ്. ആ 0 to n-1 വരെയുള്ള ലെറ്റേഴ്സിനെ എല്ലാം കൂടെ സെറ്റ് ആക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് അഥവാ സെഡ് എൻ. അത് ഓർമ്മയുണ്ടല്ലോ നമ്മൾ പറഞ്ഞ കേസിൽ. അപ്പൊ ഈ സെഡ് എൻ നമ്മൾ സെറ്റ് ഓഫ് റെസിഡ്യൂസ് പറഞ്ഞ പോലെ തന്നെ നമുക്കുള്ളൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഇൻഡിജേഴ്സ് ആവാം എന്തും ആയിക്കോട്ടെ, ഒരു സെറ്റ് മെർലിൻ വന്നു തോന്നുന്നു, ഒരു സെറ്റാണ് ഏത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം. ഒരു വ്യത്യാസമേ ഉള്ളൂ, ആ ജിക്കകത്ത് ആ സെറ്റ് ഓഫ് എലമെന്റ്സിനകത്ത് നമ്മളൊരു ബൈനറി ഓപ്പറേഷൻ ആഡ് ചെയ്യും. ഒരു ബൈനറി ഓപ്പറേഷൻ ആഡ് ചെയ്യും. ബൈനറി ഓപ്പറേഷൻ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതൊക്കെ നമ്മൾ ബൈനറി ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. പക്ഷെ ഡിവിഷൻ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ബേസിക്കലി നമ്മൾ പറയുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏതായിട്ട് പറയുന്നത്? ബൈനറി ഓപ്പറേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്തുവാണെന്ന് അറിയാത്തതുകൊണ്ട് ആ ബൈനറി ഓപ്പറേഷനെ ഞാനൊരു ഡോട്ട് ഇട്ട് അങ്ങ് പറയുക, ഒരു ഡോട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യുക. അതെന്തും ആവാം. ആ ഡോട്ട് എന്ന് പറയുന്നത് അഡീഷന്റെ പ്ലസ് ആവാം, മൾട്ടിപ്ലിക്കേഷന്റെ ഇൻഡു ആവാം. മനസ്സിലായോ? പ്ലസ് ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, എന്തും ആവാം. അത് എന്തുവാന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ജനറലി എന്ത് ഇടുന്നുള്ളൂ? ഒരു ഡോട്ട് ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എന്റെ ഗ്രൂപ്പ് ജി ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ്. അതിന് എന്തുണ്ട്? ആ സെറ്റ് ഓഫ് എലമെന്റ്സിന് എന്തുണ്ട്? ഒരു ബൈനറി ഓപ്പറേഷൻ ഉണ്ട്. ആ എലമെന്റ്സും ഈ ബൈനറി ഓപ്പറേഷനും വെച്ചുകൊണ്ട് ഇത് 4 പ്രോപ്പർട്ടീസ്, ഈ സെറ്റ് ഓഫ് എലമെന്റ്സ് 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഈ 4 പ്രോപ്പർട്ടീസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ സെറ്റ് ഓഫ് എലമെന്റ്സിന് ഞാൻ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് സെറ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ട്. അവർ ഈ ബൈനറി ഓപ്പറേഷനെ ബേസ് ചെയ്തുകൊണ്ട്, അത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആവാം, ആ ബൈനറി ഓപ്പറേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന 4 പ്രോപ്പർട്ടീസ്, ആ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള സെറ്റ് ഓഫ് എലമെന്റ്സിന് ഞാൻ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. അത്ര വരെ മനസ്സിലായല്ലോ? ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ക്ലോഷർ. ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ ജിക്ക് അത് കുറെ എലമെന്റ്സ് ഉണ്ടായിരുന്നു. എ ബി സി ഡി ഇ എഫ് ജി എച്ച് കുറെ എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ചു. അതിലെ ഏതൊക്കെ എലമെന്റ്സ് തമ്മിൽ ഞാൻ ഈ ബൈനറി ഓപ്പറേഷൻ ചെയ്താലും, അതിപ്പോ ഞാൻ ഉപയോഗിക്കുന്ന ബൈനറി ഓപ്പറേഷൻ പ്ലസ് ആണെങ്കിൽ അതിൽ ഏതൊക്കെ എലമെന്റ്സ് ആഡ് ചെയ്താലും, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ബൈനറി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിൽ ഏതൊക്കെ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് കിട്ടുന്ന റിസൾട്ടും ഏത് സെറ്റിനകത്തുള്ളത് തന്നെ ആയിരിക്കും? ഈ സെറ്റിനകത്തുള്ളതിന്റെ എലമെന്റ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഞാനിപ്പോ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആ കിട്ടുന്ന റിസൾട്ട് ഇപ്പൊ സി ആണെങ്കിൽ സിയും ഏത് സെറ്റിനകത്ത് എലമെന്റ് തന്നെ ആയിരിക്കും? എന്റെ ഈ പറഞ്ഞ ഉപയോഗിച്ച സെറ്റിനകത്ത് എലമെന്റ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഇഫ് എ ആൻഡ് ബി ആർ എലമെന്റ്സ് ഓഫ് ജി,
ദെൻ എ ഇൻറ്റു ബി ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്തിൻ്റെ അകത്ത് എലമെന്റ് തന്നെ ആയിരിക്കും, നമ്മുടെ ഈ ജിക്കകത്തെ എലമെന്റ് ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, ക്ലോഷർ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അസോസിയേറ്റിവിറ്റി. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. അസോസിയേറ്റിവിറ്റി എന്തുവാണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇപ്പൊ എനിക്ക് ഇതിപ്പോ എന്തുവാ, ഇപ്പം എനിക്ക് ക്ലോഷർ എന്താ ഞാൻ പറഞ്ഞേ, എയും ബിയും ഒരു എലമെന്റ് ആണെങ്കിൽ, ഇപ്പം ഇഫ് എ ആൻഡ് ബി എലമെന്റ്സ് ഓഫ് ജി ആണെങ്കിൽ എയും ഈ എന്താണോ എന്റെ ഈ ഞാൻ ഉപയോഗിക്കുന്ന ബൈനറി ഓപ്പറേറ്റർ ബി ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന സി ഉണ്ടല്ലോ, ആ സി ഓൾസോ ഈസ് ആൻ എലമെന്റ് ഓഫ് ജി ആയിരിക്കും. ഇതാണ് ഏതിന്റെ കൺസെപ്റ്റ്? ക്ലോഷറിന്റെ കൺസെപ്റ്റ്. മനസ്സിലായല്ലോ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ, എനിക്കിപ്പോ എലമെന്റ്സ് ഉണ്ട്, എയും ബിയും സിയും എലമെന്റ്സ് ആണെങ്കിൽ എന്തുവാണ് എന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ട് എന്തുവാണ്? ഞാൻ എയും ബിയും തമ്മിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ സിയുമായിട്ട് ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നതും എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ചെയ്ത് സിയുമായിട്ട് ചെയ്യുന്നതും രണ്ടും എന്തുമായിരിക്കുന്ന ഈ പറഞ്ഞേക്കുന്നേ ഈക്വൽ ആയിരിക്കുന്ന ഏത് ഓപ്പറേഷൻ പറയും? നമ്മുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ള എ പ്ലസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് പ്ലസ് ആണെങ്കിലോ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, അല്ലെങ്കിൽ എ ഇൻറ്റു ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. ബ്രാക്കറ്റിനകത്ത് ആദ്യം ചെയ്ത് ഏത് കേസിലായാലും ദ റിസൾട്ട് വിൽ ബി സെയിം. അതാണ് നമ്മൾ ഏത് പ്രോപ്പർട്ടി പറയുന്നത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ ഇത് നമ്മൾ അസോസിയേറ്റിവിറ്റി. അപ്പൊ ഇവിടെയും ആ എലമെന്റ് എന്ത് ചെയ്യണം? ആ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി മീറ്റ് ചെയ്യണം. ഞാൻ ഡോട്ട് ഇടുന്നത് എന്തിനാന്ന് മനസ്സിലായോ? ആ ഡോട്ടിന്റെ അവിടെ എന്താവാം? പ്ലസ് ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, എന്തും ആവാം. അത് ജനറലി ഞാൻ ഒരു ബൈനറി ഓപ്പറേഷന് വേണ്ടി ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഡോട്ട് ഇടുന്നു മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. ഒന്ന് ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ, സെക്കൻഡ് പ്രോപ്പർട്ടി അസോസിയേറ്റിവിറ്റി, തേർഡ് പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. ഇത്രേ പറയുന്നുള്ളൂ. നമ്മുടെ ജിക്കകത്ത് കുറെ എലമെന്റ്സ് ഉണ്ടല്ലോ, അതിലുള്ള എല്ലാ എലമെന്റ് നമുക്ക് ജിക്കകത്ത് കുറെ എലമെന്റ്സ് ഉണ്ടാവും. ആ എലമെന്റിനകത്ത് ഒരു എലമെന്റ് ഉണ്ട് വിച്ച് ഈസ് കോൾഡ് ദി ഐഡന്റിറ്റി എലമെന്റ്. ഞാൻ ഡിനോട്ട് ചെയ്യുന്ന ഇ എന്നാണ്. ഇ ഈസ് കോൾഡ് ദി ഐഡന്റിറ്റി എലമെന്റ് ഇൻ ജി. ജിക്കകത്തുള്ള ഒരു എലമെന്റ് ആണ്, അത് നമ്മൾ വിളിക്കുന്ന പേര് ഐഡന്റിറ്റി എലമെന്റ് ആണ്. ആ ഐഡന്റിറ്റി എലമെന്റിന്റെ പ്രോപ്പർട്ടി ഇങ്ങനെയാണ്. അതായത് ഏതൊരു എലമെന്റുമായിട്ടും, ഫോർ എക്സാമ്പിൾ എയും ഇയുമായിട്ട് ഞാൻ ഓപ്പറേറ്റ് ചെയ്താലും ആ ചെയ്യുന്നതും മനസ്സിലായി. ഇപ്പൊ ഞാനിപ്പോ എയും ഇയും കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇയും എയും കൂടെ ഓപ്പറേറ്റ് ചെയ്താലും രണ്ടായാലും എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്തുമായിരിക്കും? എ ആയിരിക്കും. മനസ്സിലായോ? അതായത് എന്റെ സെറ്റ് ഈ ജി എന്ന് പറയുന്ന സെറ്റ് ഓഫ് എലമെന്റ്സിനകത്ത് ഒരു എലമെന്റ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ദി ഐഡന്റിറ്റി എലമെന്റ്. ആ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് ആ എലമെന്റ് ബാക്കിയുള്ള എലമെന്റ്സുമായിട്ട് എന്ത് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് എന്തുമായിരിക്കും? ആ എലമെന്റ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ബൈനറി ഓപ്പറേഷൻ പ്ലസ് ആണെന്ന് വിചാരിച്ചേ, ഉപയോഗിക്കുന്ന ബൈനറി ഓപ്പറേഷൻ പ്ലസ് ആണ് എന്ന് വിചാരിക്കുക. എന്റെ എലമെന്റ് എയുടെ കൂടെ എന്ത് ചെയ്താലാണ് എനിക്ക് ഏ തന്നെ കിട്ടുക? എന്ത് ആഡ് ചെയ്താലാണ് ഏതാണ് കിട്ടുക? എയുടെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് എനിക്ക് ഏതാണ് കിട്ടുന്നത്? മൈക്ക് കട്ടായി പോകുന്നു. എയുടെ കൂടെ എന്ത് ആഡ് ചെയ്ത്, ഇപ്പൊ എന്ന് പറയുന്ന എലമെന്റ് ആണെന്ന് ചോദിച്ചോ, ആ എലമെന്റ് കൂടെ എന്ത് ആഡ് ചെയ്താലാണ് എനിക്ക് ഏന്ന എലമെന്റ് തന്നെ കിട്ടുന്നത്? എന്ത് ആഡ് ചെയ്താൽ? സീറോ ആഡ് ചെയ്ത. മനസ്സിലായോ? അപ്പൊ എ പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു സീറോ പ്ലസ് എ ഈസ് ഈക്വൽ ടു എ ആണല്ലോ. അപ്പോ അഡീഷന്റെ കേസിൽ, അഡീഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് എന്തുവാ? അഡീഷൻ ആണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് എന്തുവാ? അഡീഷൻ ആണെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് എന്തുവാണ്? സീറോ ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ, എയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാ എ കിട്ടുന്നേ? 1 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലുള്ള ഐഡന്റിറ്റി എലമെന്റ് എന്തുവാണ്? മനസ്സിലായോ? അപ്പൊ ഇത് ഓർത്തിരിക്കുക. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തുവാണ്? എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. നമുക്കൊരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. ആ ഐഡന്റിറ്റി എലമെന്റ് നമ്മുടെ എലമെന്റ്സുമായിട്ട് എന്ത് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? നമ്മുടെ എലമെന്റ് തന്നെ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള എലമെന്റ് അഡീഷന്റെ കേസിൽ എന്തുവാണ്? സീറോയാ. കാരണം സീറോ ആഡ് ചെയ്തെങ്കിലല്ലേ നമുക്ക് മറ്റേ കിട്ടുള്ളൂ. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ എന്തുമായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ?
ഇപ്പൊ നമ്മൾ എത്ര പ്രോപ്പർട്ടി പഠിച്ചു? 3 പ്രോപ്പർട്ടി പഠിച്ചു. ഏതൊക്കെയാ? ക്ലോഷർ, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. അടുത്ത 4ാമത്തെ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് ജി എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഒരു ഇൻവേഴ്സ് ഉണ്ട്. സച്ച് ദാറ്റ് ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ ഒരു എലമെന്റ് ഉണ്ട് എ. എലമെന്റ് എ ആണ്. അതിനൊരു ഇൻവേഴ്സ് ഉണ്ട്. എന്തോ ഞാൻ പറയാം, ഇൻവേഴ്സ് ഉണ്ട്. സച്ച് ദാറ്റ് എയും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സും കൂടെ ഞാൻ ബൈനറി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എന്റെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. മനസ്സിലാവുന്നതെന്ന് ഞാൻ പറയാം. എനിക്കൊരു എലമെന്റ് ഉണ്ട് എ, അതിനൊരു ഇൻവേഴ്സ് ഉണ്ട്. സച്ച് ദാറ്റ് ആ എലമെന്റും ആ ഇൻവേഴ്സും കൂടെ ഞാൻ ബൈനറി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എന്ത് കിട്ടണം? എന്റെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ അഡീഷന്റെ കേസ് എടുക്കുക. എന്റെ അഡീഷന്റെ കേസിൽ ഐഡന്റിറ്റി എലമെന്റ് എന്തുവാ? അല്ലെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ എന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്തുവാ? 0 ഉം 1 നമ്മളിപ്പോ പറഞ്ഞില്ലേ. അപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഇതിനൊരു എ ഇൻവേഴ്സ് ഡാഷ് മേളിൽ കൊടുത്തു. അപ്പൊ എ ഇൻറ്റു എ ഡാഷ് അല്ലെങ്കിൽ പറയാം എ ഡാഷ് എ, ഈ 2 ഓപ്പറേഷൻ ചെയ്താലും എനിക്ക് എന്ത് കിട്ടണം? എന്റെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. മനസ്സിലായോ? അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾക്ക് ഞാൻ വിളിക്കുന്ന പേരാണ് എന്താണ്? ഇൻവേഴ്സ്. അപ്പൊ അങ്ങനെ ഒരു ഇൻവേഴ്സ് എന്ത് വേണം? എല്ലാ എലമെന്റുകൾക്കും കാണണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ക്ലോഷർ, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഈ 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് എലമെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു എ ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ ആ സെറ്റ് ഓഫ് എലമെന്റ്സിന് ഞാൻ വിളിക്കുന്ന പേരാണെന്ത്? മനസ്സിലായോ? ഗ്രൂപ്പ്. ആ സെറ്റ് ഓഫ് എലമെന്റ്സിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. ഇനി ഈ ഗ്രൂപ്പ് ഇത്രയും 4 പ്രോപ്പർട്ടീസ് മനസ്സിലായല്ലോ. ഈ 4 പ്രോപ്പർട്ടീസിന്റെ കൂടെ ഒരു 5ാമത്തെ പ്രോപ്പർട്ടി, ഈ 4 പ്രോപ്പർട്ടീസിന്റെ കൂടെ ഒരു 5ാമത്തെ പ്രോപ്പർട്ടി വിച്ച് ഈസ് കോൾഡ് കമ്മ്യൂട്ടേറ്റിവിറ്റി. കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, എന്തോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്തുവാണ്? എനിക്കിപ്പോ ഒരു എലമെന്റ് എയും ബിയും എവിടെ ഉണ്ട്? ജിയിൽ ഒരു എയും ബിയും എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ എയും ബിയും തമ്മിൽ ഞാൻ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നത് വിച്ച് ഈസ് എയും ബിയും തമ്മിൽ ചെയ്യുന്നതും ബിയും എയും തമ്മിൽ ചെയ്താലും എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്തുമായിരിക്കും? സെയിം ആയിരിക്കണം. മനസ്സിലായോ? അതിപ്പോ ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ചെയ്യുന്നതും ബി പ്ലസ് എ ചെയ്യുന്നതും സെയിം ആയിരിക്കണം. എ ഇൻറ്റു ബി ചെയ്യുന്നതും ബി ഇൻറ്റു എ ചെയ്യുന്നതും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. മനസ്സിലായോ? അപ്പോ ഈ ആദ്യം പറഞ്ഞ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ നമ്മൾ എന്തോ പേര് വിളിക്കും? ഗ്രൂപ്പ് എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ 4ന്റെ കൂടെ ഈ 5ാമത്തെ പ്രോപ്പർട്ടിയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്താ പേര് വിളിക്കും? കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അബീലിയൻ ഗ്രൂപ്പ്. ഈ പേര് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് വാട്ട് ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ എന്താ മനസ്സിൽ പറയണം? ഗ്രൂപ്പ് എന്താണെന്ന് പറയണം. ആ ഗ്രൂപ്പിന്റെ 4 പ്രോപ്പർട്ടീസ് പറയണം. ആ ഗ്രൂപ്പിന്റെ 4 പ്രോപ്പർട്ടീസിന്റെ കൂടെ ഏത് പ്രോപ്പർട്ടി കൂടെ ആഡ് ചെയ്യണം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രൂപ്പാണ്. കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? പിന്നെ ആരൊക്കെയായിരുന്നു? ശ്രീലക്ഷ്മി ഐ കാണാൻ പറ്റുന്നില്ലെന്ന് മെസ്സേജ് അതെന്ന് ചോദിച്ചു. ഒന്ന് നോക്കിയടാ. ഞാൻ ബാക്കി എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ശ്രീലക്ഷ്മി ഒന്ന് നോക്കിയേ. ഓക്കെ. അപ്പോ അങ്ങനെ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ 5ാമത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് എന്താ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? എയ്തർ ഇറ്റ് ഈസ് കോൾഡ് എ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അബീലിയൻ ഗ്രൂപ്പ്. മനസ്സിലായോ? എന്താണ് ഗ്രൂപ്പ് എന്നും എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്നും എന്താണ് അബീലിയൻ ഗ്രൂപ്പ് എന്നും മനസ്സിലായോ? ആയോ?
ഓക്കെ, ഇനി നമുക്ക് ഇതൊരു എക്സാമ്പിൾ ഞാൻ പറയണം. ആ എക്സാമ്പിൾ ചില പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പോവാം. അതായത് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ജി. അത് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 ബ്രാക്കറ്റ്സ്, അതിനകത്ത് എന്റെ സെറ്റ് ഏതാണോ എലമെന്റ്സിന്റെ സെറ്റ് അത് ആദ്യം എഴുതും. ഞാൻ ഇവിടെ എഴുതാൻ പോകുന്ന എലമെന്റ്സിന്റെ സെറ്റ് സെഡ് എൻ, കോമ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ബൈനറി ഓപ്പറേറ്റർ. നമുക്ക് ഏതൊക്കെ ബൈനറി ഓപ്പറേറ്റർ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്? അഡീഷൻ ഉപയോഗിക്കാം, മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കാൻ പോണത് അഡീഷൻ. അപ്പോൾ ഈ ഒരു എന്താണ് എന്റെ ഗ്രൂപ്പ് ഇതാണ്. എലമെന്റ്സിന്റെ സെറ്റ് ഏതാ? സെഡ് എൻ. എന്റെ ബൈനറി ഓപ്പറേറ്റർ ഏതാ? പ്ലസ്. സെഡ് എൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവും? ആ സെറ്റ് ഓഫ് എലമെന്റ്സ് ഏതൊക്കെയാ? സെഡ് എന്നിലെ സെറ്റ് ഓഫ് എലമെന്റ്സ് ഏതൊക്കെയാ? 0 to n-1. അപ്പൊ n എന്തുവാണെന്ന് ഇപ്പൊ എഴുതുന്നില്ല. ഞാൻ ഇപ്പൊ n എന്ന് പൊതുവെ എഴുതുവാണ്. ഇപ്പൊ അതിപ്പം 1 ആവും, 2 ആവും, 3 ആവും, 5 ആവും, എന്തും ആയിക്കോട്ടെ, പോട്ടെ. ഇപ്പൊ n എന്നങ്ങ് പൊതുവെ പറയുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു എലമെന്റിന് തരുവാണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന എന്റെ ബൈനറി ഓപ്പറേറ്റർ ഏതാ? അഡീഷൻ. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഈ ഒരു സാധനം ഒരു ഗ്രൂപ്പ് ആണോ, ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആണോ, അബീലിയൻ ഗ്രൂപ്പ് ആണോ, എന്താണെന്ന് എനിക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തുവാണ് എന്റെ? ക്ലോഷർ. ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ സെറ്റ് ഓഫ് എലമെന്റ്സിനകത്തുള്ള എലമെന്റ്സിനെ ഞാൻ ഈ ഒരു ബൈനറി ഓപ്പറേറ്റർ വെച്ച് പ്രോസസ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് ഏതിനകത്ത് തന്നെ ആയിരിക്കണം? ഈ സെഡ് എന്നിനകത്ത് തന്നെ ആയിരിക്കണം. എന്നാ ഞാൻ ക്ലോഷർ പറഞ്ഞു. ഞാൻ ഇത് ക്ലോഷർ ഈ സെഡ് എൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? മോഡുലസിന്റെ ആണേ, മോഡുലസിന്റെ കറസ്പോണ്ടിങ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്തായാലും ക്ലോഷർ ആയിരിക്കുമല്ലോ. കാരണം എന്താ? ഇപ്പൊ ഞാൻ സെഡ് 5 ആണ് യൂസ് ചെയ്യുന്നത് വെച്ചു. സെഡ് 5 ആണെന്ന് വെച്ചു. സെഡ് 5 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ എലമെന്റ്സ് വരുന്നത്? 0, 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയ ക്ലോഷറിന്റെ കേസിൽ ഇപ്പൊ എനിക്ക് ഇതിനകത്തുള്ള 2 എലമെന്റ്സ് ആഡ് ചെയ്യണം. അതായത് 4 + 3 എത്ര കിട്ടും? 7. എന്റെ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെഡ് എൻ അല്ലേ? അപ്പൊ ഞാൻ എന്തോ ചെയ്യണം? മോഡേൺ. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ സെഡ് എൻ അല്ലേ? അപ്പൊ ഈ കേസിലാണെങ്കിൽ സെഡ് 5. ഈ നമ്മൾ എക്സാമ്പിൾ ആണെങ്കിൽ സെഡ് 5. അപ്പൊ എനിക്ക് എന്താ കിട്ടും? 7 mod 5 എത്ര? 2 ആണോ? ആ കിട്ടുന്ന 2 എന്ന് പറയുന്നതും ഏത് ഗ്രൂപ്പിനകത്ത് എലമെന്റാ? എന്റെ സെഡ് 5നകത്ത് തന്നെ എലമെന്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഏതിനകത്ത് തന്നെ വരുന്ന? ഈ സെറ്റിനകത്ത് തന്നെ വരുന്ന. വിച്ച് മീൻസ് എന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവും? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവും. മനസ്സിലായോ? രണ്ടാമത്തെ മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? രണ്ടാമത്തെ അസോസിയേറ്റിവിറ്റിയുടെ കാര്യം നോക്കിയേ. എങ്ങനെയാ? ഇപ്പൊ എനിക്ക് അതിനകത്തോടെ 2 എലമെന്റ്സും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെയാ? ഫോർ എക്സാമ്പിൾ എനിക്ക് 4 + 2 + 1 എത്ര? 4 7. ഇത് തന്നെ അല്ലയോ 4 + 2 + 1? വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവത്തില്ലേ? മനസ്സിലായോ? ഇനി വേറെ അടുത്ത പ്രോപ്പർട്ടി ഏതാ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. ഐഡന്റിറ്റി അല്ല, അഡീഷന്റെ കേസിൽ ഐഡന്റിറ്റി എലമെന്റ് എന്തുവാ? എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. എന്റെ എലമെന്റ് എന്തുവാ? 0 എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഒരു മിനിറ്റ്.
നിങ്ങൾക്കുള്ള തെർമൽ സ്കാനർ വന്നെന്ന് പറയാൻ വിളിച്ച. നിങ്ങളെയൊക്കെ പരിശോധിച്ചിട്ടേ കയറ്റി വിടുള്ളൂ. കേക്കാവോ? ഹലോ, ഓക്കെ. പറഞ്ഞോണ്ടിരുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. അപ്പൊ നമ്മുടെ അഡീഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് എന്തുവാണ്? 0. അപ്പൊ ആണ് നമ്മളെ നോക്കിയേ, ഒരു അതിനകത്തുള്ള ഒരു എലമെന്റ് ഏതാണ്? 2 പ്ലസ് 0 എന്ന് പറയുന്നതോ അല്ലെങ്കിൽ 0 പ്ലസ് 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാ? 2 തന്നെ അല്ലേ? അപ്പൊ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ, കുഴപ്പമില്ലേ? ഇനി നമുക്ക് എന്താ അടുത്ത പ്രോപ്പർട്ടി എന്തായിരുന്നു മെയിൻ ആയിട്ടുള്ളേ? എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. നമുക്കൊരു ഇൻവേഴ്സ് വേണം സച്ച് ദാറ്റ് നമുക്ക് എന്തുവാണ് അതിനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡന്റിറ്റി എലമെന്റ് എന്തുമായിരിക്കണം? കിട്ടുന്ന റിസൾട്ട് എന്തുമായിരിക്കണം? ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കണം. ഏതാ? നമ്മുടെ 0 ആയിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡീഷന്റെ കേസിൽ നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ്, എല്ലാത്തിനും അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചു. എങ്ങനെയാ? എനിക്ക് 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തുവാണ്? ഇപ്പൊ എനിക്കിപ്പം Z5 ഇല്ല, അതുപോലെ പോട്ടെ. ഇപ്പൊ ഞാൻ ഇപ്പൊ Z5 ചെയ്യുന്നത്. എനിക്ക് ചെയ്യുമ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ചെയ്യേണ്ടത് 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണേ. എന്ത് ചെയ്താൽ മതി? എനിക്ക് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയുന്നേ? 5 - 3 ചെയ്താൽ മതി അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 2. 3 + 2 മോഡ് 5 എന്തുവാ? 3 + 2 മോഡ് 5 എന്തുവാ? 5 മോഡ് 5 എന്തോ കിട്ടും? 3 + 2 മോഡ് 5. 5 മോഡ് 5 എന്താ കിട്ടും? കഴിഞ്ഞ ദിവസം പഠിച്ചതാ, ഇത് മറന്നുപോലേ. 5 മോഡ് 5 എന്തുവാ? റിമൈൻഡർ വല്ലതും ഉണ്ടോ? 0. ആ, ഇതൊക്കെ ഓർക്കണ്ടേ, ഇത് മറന്നുപോരുത്. എന്ന് പറഞ്ഞാൽ 3യുടെ ഐഡന്റിറ്റി ഇൻവേഴ്സ് എന്തുവാ? 2 ആ. കാരണം 5 - 3 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അങ്ങനെയല്ല ചെയ്യുന്നത്. n - a ആണ് എനിക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. n എന്ന് പറയുന്ന ഇത്, a എന്ന് പറയുന്ന ഇത്. അപ്പൊ എന്റെ ഇൻവേഴ്സ് എന്തുവാ? n - a. 5 - 3 2 തമ്മിലൊന്ന് ആഡ് ചെയ്തേ. 3 + 2 മോഡ് 5 എന്താ കിട്ടി? എനിക്ക് 0 കിട്ടി. എന്ത് 0 എന്ന് പറയുന്നതാണ് എന്റെ എന്ത്? ഐഡന്റിറ്റി എലമെന്റ്. അപ്പം എനിക്ക് എന്തുണ്ട്? ഒരു ഇൻവേഴ്സ് ഉണ്ടോ? അപ്പൊ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് പ്രൂവ് ആയോ? ആയെങ്കിൽ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ആയെങ്കിൽ ഇതിനെ എന്താ പേര് വിളിക്കുക എനിക്ക്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ZN അല്ലെന്നുണ്ടെങ്കിൽ Z5 എന്നുള്ള സാധനത്തിന് എനിക്ക് എന്ത് പേര് വിളിക്കാം? ഗ്രൂപ്പ് എന്ന് വിളിച്ചൂടെ? ഗ്രൂപ്പ്. ആ, ഇനി ഈ ഗ്രൂപ്പിനകത്ത് തന്നെ ഞാൻ ഒരു പ്രോപ്പർട്ടി കൂടെ നോക്കുക. ഏത് പ്രോപ്പർട്ടിയാ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടെ നോക്കുക. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെ നോക്കുന്നേ? ഇപ്പൊ എനിക്കിപ്പോ ഉള്ള ഒരു എലമെന്റ് 2 + 4 എന്ന് പറയുന്നതും 4 + 2 എന്ന് പറയുന്നത് എന്തുവാണ്? 6 ആ. അത് പിന്നെ നമുക്ക് മോഡ്ലെസ് ചെയ്യണം, മോഡ് 5, അത് പിന്നത്തെ കാര്യം. എങ്കിലും രണ്ടും ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്തുവാ? 2 + 4 ചെയ്യുമ്പോഴും 4 + 2 ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ട് എന്തുവാ? സെയിം അല്ലേ? എന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവും? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എടുത്ത Z5 കോമ പ്ലസ് എന്ന് പറയുന്ന സാധനം എന്തുവാണ്? ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു അതിന് വേറൊരു പേരെന്തുവാ? അബീലിയൻ ഗ്രൂപ്പ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങളത് ചോദിക്കുക, പ്രൂവ് ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം തന്നിട്ട് അല്ലെങ്കിൽ ഷോ ദാറ്റ് ദിസ് വൺ ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ് എന്നോ ദിസ് വൺ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്നോ ചോദിക്കുവാണെങ്കിൽ എന്തോ ചെയ്താൽ മതി? ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം എന്തോ ചെയ്യുമെന്ന് നോക്കിയാൽ മതി. സാറ്റിസ്ഫൈ ചെയ്യുമോന്ന് നോക്കിയാൽ പോരെ? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ കണ്ടുപിടിക്കേണ്ടത്. കത്തിയോ? മനസ്സിലായോ മക്കളെ? ശരി ശരി. ഇനി ഗ്രൂപ്പിന്റെ തന്നെ ഇനി ചെറിയ കാര്യം പറയാം. ഇപ്പൊ ഗ്രൂപ്പിനകത്ത് ഇപ്പൊ നമുക്ക് കുറെ എലമെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ Z5 എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? 0 1 2 3 4 ആയിരുന്നു Z5 എലമെന്റ്സ്. ഇത് ഈ എണ്ണം എന്ന് പറയുന്നത് 1 2 3 4 5 5 എലമെന്റ്സ്. ഇതെന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ അല്ലേ 5 എന്ന് പറയുന്നത്? ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്. Z5 ഉണ്ടോ? ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രമല്ലേ ഉള്ളൂ Z5. ശരിയാണോ? അങ്ങനാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം ഫൈനൈറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് ഗ്രൂപ്പ്. മനസ്സിലായോ? അതായത് എന്റെ ഗ്രൂപ്പിലെ ഞാൻ ഏത് സെറ്റാണോ ഉപയോഗിക്കുന്നത് ആ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം ഫൈനൈറ്റ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പിനെ എനിക്ക് എന്ത് പേര് വിളിക്കാം? ഫൈനൈറ്റ് ഗ്രൂപ്പ്. അതല്ലെങ്കിലോ, നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് അല്ലെങ്കിലോ എന്താ പേര് വിളിക്കാൻ പറ്റും?
എന്താ പേര് വിളിക്കാം? ഇൻഫിനിറ്റ് ഗ്രൂപ്പ്. മനസ്സിലായോ? ഒരു മിനിറ്റ്, ഇത്രൂടെ വലുതായിട്ട് എഴുതാം ഞാൻ. മറ്റേത് ശരിയാവുന്നുണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങള് എന്തുവാണ്, ഓക്കെ, എനിക്കൊരു നമ്മളിപ്പോ ചെയ്ത ഗ്രൂപ്പ് ഏതാ? G is equal to Z5 അഡീഷൻ നമ്മുടെ ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. ഈ ഗ്രൂപ്പിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 0, 1, 2, 3, 4. ഈ എലമെന്റ്സിന്റെ എണ്ണം എന്തുവാണ്? ഫൈനൈറ്റ് അല്ലേ? 1, 2, 3, 4, 5 എനിക്ക് എണ്ണാൻ പറ്റും. 5 എലമെന്റ്സേ ഉള്ളൂ, ഫൈനൈറ്റ് ആണല്ലോ. അങ്ങനെ എന്റെ ഗ്രൂപ്പിന്റെ സെറ്റ് ഓഫ് എലമെന്റ്സിന്റെ എണ്ണം ഫൈനൈറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പിന് ഞാൻ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് ഗ്രൂപ്പ്. ഇനി അങ്ങനെ എണ്ണാൻ പറ്റത്തില്ല, ഈ ഗ്രൂപ്പിന്റെ സെറ്റ് ഓഫ് എലമെന്റ്സിലെ എണ്ണം ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല, ഫൈനൈറ്റ് അല്ലെങ്കിൽ അതിനെന്താ പേര് വിളിക്കാം? ഇൻഫിനിറ്റ് ഗ്രൂപ്പ്. മനസ്സിലായോ? ഇതാണ് ഫൈനൈറ്റ് ഗ്രൂപ്പും ഇൻഫിനിറ്റ് ഗ്രൂപ്പും. മനസ്സിലായോ? എന്നിട്ട് നമ്മളിപ്പോ ഇൻഫിനിറ്റ് ഗ്രൂപ്പിന്റെ കാര്യം തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആണ്. അങ്ങനെ ആണെങ്കിൽ അതൊരു എണ്ണം കാണുമല്ലോ. ഈ ഗ്രൂപ്പിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര എണ്ണമാ? 1, 2, 3, 4, 5 എണ്ണം. അങ്ങനെ ആണെങ്കിൽ ഇതിലുള്ള എലമെന്റ്സിന്റെ എണ്ണം 5 ആണെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് ഈസ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ്. മനസ്സിലായോ? ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ഈസ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. അപ്പൊ ഈ അത് ഫൈനൈറ്റിന്റെ കേസിൽ മാത്രമല്ലേ ഉള്ളൂ. ഇൻഫിനിറ്റിന്റെ കേസിൽ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഫൈനൈറ്റിന്റെ കേസിൽ മാത്രമേ നമ്പർ ഓഫ് എലമെന്റ്സ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റ് ഗ്രൂപ്പിന് എന്തില്ല? ഓർഡർ ഇല്ല. ഏത് ഗ്രൂപ്പിന് മാത്രമേ ഓർഡർ ഉള്ളൂ? ഫൈനൈറ്റ് ഗ്രൂപ്പിന്. ആ ഫൈനൈറ്റ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്തുവാണ്? ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണേ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഹലോ? ശരി. ശരി. അടുത്തതെന്ന് പറയുന്നത്, അതുകൊണ്ട് എഴുതാൻ ഭയങ്കര പാട്, ഞാൻ ഇതുകൊണ്ട് ഇത്തിരി വലുതായിട്ട് എഴുതാം. അടുത്തായിട്ട് നമുക്കുള്ള ഗ്രൂപ്പ് കഴിഞ്ഞു. ഇനി അടുത്തായിട്ടുള്ള സാധനം ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? റിങ്. റിങ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ നമ്മൾ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. റിങ്ങിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാണ്? R. ഗ്രൂപ്പിന് ഞാൻ G കൊടുത്തെങ്കിൽ റിങ്ങിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാണ്? R. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇതിൽ നമുക്കൊരു സെറ്റ് കാണും, ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് നമുക്കിവിടെ കാണും. കൂടാതെ നമുക്ക് നേരത്തെ എത്ര ബൈനറി ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു? ഒരു ബൈനറി ഓപ്പറേറ്ററേ ഉള്ളായിരുന്നു. അത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം. പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇവിടെ നമുക്ക് ഒരു ബൈനറി ഓപ്പറേറ്റർ അല്ല, പകരം നമുക്ക് 2 ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് ഒരു സെറ്റ് 2 ബൈനറി ഓപ്പറേറ്റർ. ഈ 2 ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്ന സാധനം ഏതൊക്കെയാവും? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ആവാം. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാനിപ്പം രണ്ടും എന്തും ആവാന്നുള്ളത് കൊണ്ടാണ് ഒരെണ്ണത്തിന് ഡോട്ട് ഇട്ടും ഒരെണ്ണത്തിന് ചെറിയൊരു സ്ക്വയർ ഇട്ടും ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തോ ഉണ്ട്? ഒരു റിംഗ് ഉണ്ട്. ആ റിംഗിനകത്ത് ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ട്. ആ സെറ്റ് ഓഫ് എലമെന്റ്സിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നല്ല, പകരം ഇത്തവണ നമുക്ക് എത്ര ബൈനറി ഓപ്പറേറ്റർ ഉണ്ട്? 2 ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഹലോ? ഇനി നമ്മുടെ ഈ ഒരു റിംഗ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് എലമെന്റ്സ് റിംഗ് ആവണമെങ്കിൽ ഈ സെറ്റ് നമ്മൾ ഗ്രൂപ്പിന് വേണ്ടി പഠിച്ച 5 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. ഈ സെറ്റ് ഗ്രൂപ്പിന് വേണ്ടി പഠിപ്പിച്ച 5 ഓപ്പറേഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം ബേസ്ഡ് ഓൺ ദി ഫസ്റ്റ് ഓപ്പറേറ്റർ. നമുക്ക് 2 ബൈനറി ഓപ്പറേറ്റർ ഉണ്ടല്ലോ. ഒരു ഡോട്ട് ഞാൻ വരച്ചിട്ടുണ്ട്, ഒരു എന്ത് വെച്ചിട്ടുണ്ട്? സ്ക്വയറും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെറ്റ് ഓഫ് എലമെന്റ്സ് ഈ ഫസ്റ്റ് ഓപ്പറേറ്ററെ ബേസ് ചെയ്ത് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പഠിച്ച 5 പ്രോപ്പർട്ടീസും, അത് ഇൻക്ലൂഡിങ് കമ്മ്യൂട്ടേറ്റിവിറ്റി, 5 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം.
മനസ്സിലാവുന്നുണ്ടോ? ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഓപ്പറേറ്റർ. ബേസ്ഡ് ഓൺ ദ സെക്കൻഡ് ഓപ്പറേറ്റർ ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചേ? ക്ലോഷറും അസോസിയേറ്റീവ്. മനസ്സിലായോ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ റിംഗ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ്. രണ്ട് ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ ബൈനറി ഓപ്പറേറ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ച 5 പ്രോപ്പർട്ടീസും ഏതൊക്കെയാ? ക്ലോഷർ, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, പിന്നെ കമ്മ്യൂട്ടേറ്റിവിറ്റി. ഇത്രയും പ്രോപ്പർട്ടീസും ബേസ്ഡ് ഓൺ ഫസ്റ്റ് ഓപ്പറേറ്റർ സാറ്റിസ്ഫൈ ചെയ്യണം. ബേസ്ഡ് ഓൺ സെക്കൻഡ് ഓപ്പറേറ്റർ ആദ്യത്തെ രണ്ടെണ്ണം മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഏതൊക്കെയാ? ക്ലോഷർ ആൻഡ് അസോസിയേറ്റീവ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അത് കൂടാതെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ചെയ്യണം. കൂടാതെ ഈ സെറ്റ് ഓഫ് എലമെന്റ്സ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടോ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എങ്കിലും നമ്മുടെ സെറ്റ് ഓഫ് എലമെന്റ്സ് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഓപ്പറേറ്റർ, ഈ സെക്കൻഡ് ഓപ്പറേറ്റർ ഫസ്റ്റ് ഓപ്പറേറ്ററിന്റെ മേളിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആയിരിക്കണം. സെക്കൻഡ് ഓപ്പറേറ്റർ ഫസ്റ്റ് ഓപ്പറേറ്ററിന്റെ മേളിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആയിരിക്കണം. ഒരു മിനിറ്റ് ഒന്ന്. ഹലോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത്രയും കൂടാതെ ദ സെക്കൻഡ് ഓപ്പറേഷൻ, രണ്ടാമത്തെ ബൈനറി ഓപ്പറേഷൻ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ദി ഫസ്റ്റ്. എന്തുവാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്കിപ്പോ രണ്ട് എലമെന്റ്സ് ഉണ്ട്, എയും ബിയും. സെക്കൻഡ് ഓപ്പറേറ്റർ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ദി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്? ഇപ്പോ എ ഫസ്റ്റ് ഓപ്പറേറ്റർ, അകത്ത് ബി സെക്കൻഡ് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്തുമായിരിക്കും? ചെയ്താൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആണെങ്കിൽ എ ആണോ? ഹലോ, കേക്കോ? ഡിസ്ട്രിബ്യൂട്ടീവ് ആണെങ്കിൽ എ ഫസ്റ്റ് ഓപ്പറേറ്റർ ബ്രാക്കറ്റിൽ ബി ഇൻറ്റു ബി, അല്ലെങ്കിൽ ബി സെക്കൻഡ് ഓപ്പറേറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ആക്കുമ്പോൾ എങ്ങനെ വരും? ഈ രീതി വരണം. ഒരു എക്സാമ്പിൾ ചെയ്താൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫസ്റ്റ് ഓപ്പറേറ്റർ അഡീഷനും സെക്കൻഡ് ഓപ്പറേറ്റർ മൾട്ടിപ്ലിക്കേഷനും ആണെന്ന് വിചാരിച്ചു. എങ്ങനെ വരും? എക്സാമ്പിൾ വരികയാണെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്നത് എങ്ങനെ എഴുതുന്നേ? എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ആണോ? എ ഇൻറ്റു ബി പ്ലസ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ആണോ? ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തുവാണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് റിംഗ് ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ട്, രണ്ട് ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആ ഫസ്റ്റ് ബൈനറി ഓപ്പറേറ്റർ ഏതൊക്കെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം? നമ്മൾ നേരത്തെ ഗ്രൂപ്പിന് വേണ്ടി പഠിച്ച, കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പിന് വേണ്ടി പഠിച്ച 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ടാമത്തെ ഓപ്പറേറ്റർ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലോഷറും സാറ്റിസ്ഫൈ ചെയ്യണം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. കൂടാതെ സെക്കൻഡ് ഓപ്പറേറ്റർ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ദി ഫസ്റ്റ്. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ സെറ്റ് ഓഫ് എലമെന്റ്സിനെ എനിക്ക് എന്ത് പേര് വിളിക്കാം? റിംഗ്. മനസ്സിലായോ? എന്താ റിംഗ് എന്ന് മനസ്സിലായോ? ആയോ മക്കളെ? ശരി. ഇനി
അത് കുഴപ്പമില്ല. ഇതിന്റെ കേസ് എല്ലാം കണ്ടീഷൻ എല്ലാം സെയിം തന്നെ. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് തന്നിട്ട് അതൊരു റിംഗ് ആണെന്നോ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ എന്തോ ചെയ്യണം? ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം അപ്ലൈ ചെയ്ത് നോക്കണം. ആ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുവാണ്? ആണ്. അല്ലെങ്കിൽ അല്ല. മനസ്സിലായോ? അതാണ് കൺസെപ്റ്റ്. ഇനി മൂന്നാമത്തെ സാധനം, റിംഗിനെക്കാട്ടി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഫീൽഡ്. ഫീൽഡ് റിംഗ് പഠിച്ചെങ്കിൽ ഫീൽഡ് എളുപ്പമാണ്. ഒന്നുമില്ല. കാരണം റിംഗ് ഫീൽഡ് എന്ന് പറയുന്ന സാധനത്തെ ഞാൻ ഡിനോട്ട് ചെയ്യുന്ന ഏത് ലെറ്റർ വെച്ചിട്ടാ? എഫ്. ഗ്രൂപ്പിന് ജി, റിംഗിന് ആർ, ഫീൽഡിന് എഫ്. കുഴപ്പമില്ല. ഇതിനകത്തും നമുക്ക് എന്തോ ഉണ്ട്? ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒന്നിന് പകരം എത്ര ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? 2 ബൈനറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. കേട്ടോ? ഇവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ റിംഗ് എങ്ങനെയാ പഠിച്ചേ? ഫസ്റ്റ് ഓപ്പറേറ്റർ 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. സെക്കൻഡ് ഓപ്പറേറ്റർ എന്തോ ചെയ്താൽ മതി? ഏതെങ്കിലും ആദ്യത്തെ 2 പ്രോപ്പർട്ടീസ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. കൂടാതെ സെക്കൻഡ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ദ ഫസ്റ്റ്. എങ്കിലും നമ്മൾ റിംഗിന് പഠിച്ചേ. അതിന്റെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഫീൽഡ് വരുമ്പോൾ ഇത്ര ഓർക്കണം. സെറ്റ് ഓഫ് എലമെന്റ്സ്, ഫസ്റ്റ് ബൈനറി ഓപ്പറേറ്റർ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. സെക്കൻഡ് ഓപ്പറേറ്ററും എന്തോ ചെയ്യണം? എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 2 ബൈനറി ഓപ്പറേറ്റേഴ്സും 5 പ്രോപ്പർട്ടീസും എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലായോ? അത് മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? കൂടാതെ എത്ര വരെ മനസ്സിലായോ? അത് കൂടാതെ ഒരു ചെറിയ അഡീഷൻ കൂടെ ഉണ്ട്. ഫസ്റ്റ് ഓപ്പറേറ്ററിന്റെ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ഫസ്റ്റ് ഓപ്പറേറ്റർ. അതിന് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ദ ഫസ്റ്റ് ഓപ്പറേറ്ററിന് രണ്ടാമത്തെ ഓപ്പറേറ്ററിൽ ഒരു ഇൻവേഴ്സ് കാണത്തില്ല. കത്തിയോ? ഒന്നുകൂടെ ഞാൻ പറയാം. നമുക്ക് ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ്, 2 ബൈനറി ഓപ്പറേറ്റേഴ്സ്, ഫസ്റ്റ് ബൈനറി ഓപ്പറേറ്ററും സെക്കൻഡ് ബൈനറി ഓപ്പറേറ്ററും 5 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. 5 എന്ന് പറഞ്ഞാൽ ക്ലോഷർ, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, കമ്മ്യൂട്ടേറ്റിവിറ്റി. ഈ 5 പ്രോപ്പർട്ടീസും ഈ ഓപ്പറേറ്ററും സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ ഈ രണ്ടാമത്തെ ഓപ്പറേറ്ററിനകത്ത് നമുക്ക് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്നൊരു സാധനം ഉണ്ടല്ലോ. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, അത് ഒരു എലമെന്റിന് മാത്രം എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് കാണത്തില്ല. ഒറ്റ എലമെന്റിന് മാത്രം. അത് ഏത് എലമെന്റിനാ? ഫസ്റ്റ് ഓപ്പറേറ്ററിന്റെ ഏതാണോ ആ ഓപ്പറേറ്ററിന്റെ ഐഡന്റിറ്റി എലമെന്റിന് സെക്കൻഡ് ഓപ്പറേറ്ററിൽ എന്ത് കാണത്തില്ല? ഇൻവേഴ്സ് കാണത്തില്ല. ബാക്കി എല്ലാ എലമെന്റ്സിനും എന്ത് കാണും? ഇൻവേഴ്സ് കാണും. ഫോർ എക്സാമ്പിൾ, ഇതിപ്പം അഡീഷനും ഇതിപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചു. അഡീഷനും എന്ത് ചെയ്യണം? ഈ 5 പ്രോപ്പർട്ടി അഡീഷൻ ബേസ് ചെയ്ത് 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്ത് 5 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ അഡീഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്തുവാ? അഡീഷന്റെ ഐഡന്റിറ്റി എലമെന്റ് 0. സീറോയ്ക്ക് ഇതിനകത്ത് എന്ത് കാണത്തില്ല? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണത്തില്ല. സീറോയ്ക്ക് ഇതിനകത്ത് എന്ത് കാണത്തില്ല? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഏതിന് കാണത്തില്ല? സീറോയ്ക്ക് കാണത്തില്ല. ഇനി തിരിച്ച് ഫസ്റ്റ് ഓപ്പറേറ്റർ മൾട്ടിപ്ലിക്കേഷനും സെക്കൻഡ് ഓപ്പറേഷൻ അഡീഷനും ആണെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓപ്പറേറ്ററിന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്തുവാ? 1. ഇവിടെ ഈ സെക്കൻഡ് ഓപ്പറേറ്ററെ ബേസ് ചെയ്ത് എന്ത് കാണത്തില്ല? അഡിറ്റീവ് ഇൻവേഴ്സ് കാണത്തില്ല. മനസ്സിലായോ? ഈ കേസിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ഫീൽഡ്. മനസ്സിലായോ? കത്തിയോ? അപ്പോ നമുക്കൊന്ന് ആ ഓർഡറിൽ പഠിക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും ഈ സാധനം? ഗ്രൂപ്പ് എന്തുവാണ്? ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ്. ആ സെറ്റ് ഓഫ് എലമെന്റിനകത്ത് ഒരു ബൈനറി ഓപ്പറേറ്റർ, 4 പ്രോപ്പർട്ടീസ്. ആ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഒരു ഗ്രൂപ്പ്. ആ 4ന്റെ കൂടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയോടെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എബിലിയൻ ഗ്രൂപ്പ്. ആ സെയിം സംഭവം തന്നെ നമ്മൾ ഒരു ബൈനറി ഓപ്പറേറ്ററിന് പകരം രണ്ടെണ്ണം ഒന്നുകൂടെ ആഡ് ചെയ്തു. 2 ബൈനറി ഓപ്പറേറ്റർ വെച്ചിട്ട് ആദ്യത്തെ ഓപ്പറേറ്റർ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ടാമത്തെ ഓപ്പറേറ്റർ ആദ്യത്തെ 2 പ്രോപ്പർട്ടീസ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതിയെന്നും രണ്ടാമത്തെ ഓപ്പറേറ്റർ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ദ ഫസ്റ്റ് എന്നൂടെ പറയുവാണെങ്കിൽ അതെന്തുമായി? റിംഗ് ആയി. മനസ്സിലായോ? ഇനി അതുകൂടാതെ രണ്ടാമത്തെ ഓപ്പറേറ്ററും 5 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണമെന്നും ആദ്യത്തെ ഓപ്പറേറ്ററിന്റെ ഐഡന്റിറ്റി എലമെന്റ് രണ്ടാമത്തെ ഓപ്പറേറ്ററിനകത്ത് ഇൻവേഴ്സ് കാണത്തില്ലെന്നും പറയുവാണെങ്കിൽ അതെന്തുവാകും? ഫീൽഡ്.
മനസ്സിലായോ? ഇതാണ് നമുക്ക് ഗ്രൂപ്പ്, റിംഗ്, ഫീൽഡ്. ഇതിനകത്തുനിന്ന് ഷോർട്ട് ആൻസർ ആയിട്ട് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ഗ്രൂപ്പ് എന്താണെന്നും, അല്ലെങ്കിൽ റിംഗ് എന്താണ്, അല്ലെങ്കിൽ അബീലിയൻ ഗ്രൂപ്പ് എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ ഫീൽഡ് എന്താണ്, റിംഗ് എന്താണെന്ന് ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോ ദാറ്റ് ദിസ് സെറ്റ് ഓഫ് എലമെന്റ്സ് ഈസ് എന്തുവാണ്, ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ അഡീഷൻ, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ദിസ് ഈസ് എ റിംഗ് ബേസ്ഡ് ഓൺ ദിസ്, അങ്ങനെ പറഞ്ഞ് നമുക്ക് ചോദിക്കാം. ഫീൽഡിന്റെ കേസ് ചോദിക്കത്തില്ല, ബാക്കിയുള്ളതിന്റെ കേസിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നേരത്തെ ഞാൻ ഗ്രൂപ്പ് പറഞ്ഞപ്പോ നമുക്ക് ഫൈനൈറ്റ് ഗ്രൂപ്പും ഇൻഫിനിറ്റ് ഗ്രൂപ്പും ഉണ്ടെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഫൈനൈറ്റ് ഗ്രൂപ്പും ഇൻഫിനിറ്റ് ഗ്രൂപ്പും ഉണ്ടെന്ന് പറഞ്ഞത് എന്തുവായിരുന്നു? ഫൈനൈറ്റ് ഗ്രൂപ്പും ഇൻഫിനിറ്റ് ഗ്രൂപ്പും എന്താണ്? രണ്ടെണ്ണം. എന്താണ് ഫൈനൈറ്റ്, ഇൻഫിനിറ്റ്? ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്, ആ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എണ്ണം ഫൈനൈറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ്. അതിന്റെ എണ്ണം ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് ഗ്രൂപ്പ്. ഈ പറഞ്ഞ സാധനം റിംഗിനും ഫീൽഡിനും ആപ്ലിക്കബിൾ ആണ്. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആണുള്ള റിംഗ് ആണെങ്കിൽ എന്താ പേര് വിളിക്കാം? എനിക്ക് ഫൈനൈറ്റ് റിംഗ് എന്നും, അതിനകത്ത് ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ് റിംഗ് എന്നും വിളിക്കാം. അതേപോലെ തന്നെ ഫീൽഡിലും എനിക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ് ഫീൽഡ് എന്നും, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻഫിനിറ്റ് ആണെങ്കിൽ എന്ത് പേര് വിളിക്കാം? ഇൻഫിനിറ്റ് ഫീൽഡ് എന്നും എനിക്ക് വിളിക്കാം. അത് എല്ലാ കേസിലും സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഈ ഫീൽഡിനകത്ത് തന്നെയുള്ള ഫൈനൈറ്റ് ഫീൽഡും ഉണ്ട്, ഇൻഫിനിറ്റ് ഫീൽഡും ഉണ്ട്. അതിൽ ക്രിപ്റ്റോഗ്രഫിയിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നതാണ്, നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ടുള്ള സാധനമാണ് മാറിപ്പോയി, എന്താണ്? ഫൈനൈറ്റ് ഫീൽഡ്. ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഫൈനൈറ്റ് ഫീൽഡ്. ഈ ഫൈനൈറ്റ് ഫീൽഡിനെ ബേസ് ചെയ്താണ് ക്രിപ്റ്റോഗ്രഫിയിൽ ഒരുപാട് തിയറീസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ളത്. മനസ്സിലായോ? അപ്പൊ ആ ഫൈനൈറ്റ് ഫീൽഡിന്റെ കേസിലാണ് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ, നിങ്ങൾക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ, കുറച്ച് രണ്ട് കാര്യങ്ങൾ അറിയാനുള്ളൂ. അത് മതി. അതിനുശേഷം നമുക്ക് പോളിനോമിയൽ അരിത്മെറ്റിക് കൂടെ പഠിപ്പിച്ച് തൽക്കാലത്തേക്ക് നിർത്താം. ഓക്കെ. അപ്പൊ അതിനകത്ത് ഫൈനൈറ്റ് ഫീൽഡ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു എന്താ പറയാ, ഒരു മാത്തമാറ്റീഷ്യൻ അല്ല പുള്ളി, ആക്ച്വലി ഒരു സയന്റിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, പോട്ടെ, മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. പുള്ളിയുടെ പേര് ഗലോയ്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഒരു ഫീൽഡ് ഫൈനൈറ്റ് ആവണമെങ്കിൽ, കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ശ്രദ്ധിച്ചോണേ, ഇത് പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യം വരുന്ന, ഒരു ഫീൽഡ് ഫൈനൈറ്റ് ആവണമെങ്കിൽ the number of elements in that field അല്ലെങ്കിൽ set should be p raised to n. ഇങ്ങനെയാണ് ഗലോയ്സ് അല്ലെങ്കിൽ പ്രൂവ് ചെയ്തത്. മനസ്സിലായോ? അതായത് ഗലോയ്സ് ഷോഡ് ദാറ്റ് ഫോർ എ ഫീൽഡ് ടു ബി, ഒരു ഫൈനൈറ്റ് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എ ഫീൽഡ് ടു ബി ഫൈനൈറ്റ്, the number of elements should be എന്തുവായിരിക്കണം? p raised to n, where p എന്ന് പറയുന്ന സാധനം എന്തുവായിരിക്കണം? ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇന്റിജർ ആയിരിക്കണം. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? അപ്പൊ ഒരു ഫീൽഡ് ഫൈനൈറ്റ് ആവണമെങ്കിൽ അതിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തുവാണ്? p raised to n ആയിരിക്കണം, വേർ p is a prime number and n is a positive integer. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗലോയ്സ് ഫീൽഡ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഫൈനൈറ്റ് ഫീൽഡുകൾക്ക് നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര് ഫൈനൈറ്റ് ഫീൽഡ് എന്നാണ്. കാരണം പുള്ളിയാണ് ഇത് പ്രൂവ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് GF, ഗലോയ്സ് ഫീൽഡിന്റെ GF, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതായിട്ട് പറയുവാണെങ്കിൽ GF ഓഫ് p raised to n, നമ്പർ ഓഫ് എലമെന്റ്സ് അകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗലോയ്സ് ഫീൽഡ് എന്ന് പറയുന്നത് GF ഓഫ് p raised to n. ഇങ്ങനെയുള്ള ഫീൽഡുകൾ എന്തായിരിക്കും? ഫൈനൈറ്റ് ഫീൽഡുകളായിരിക്കും. ഫൈനൈറ്റ് ആവണമെങ്കിൽ the number of elements should be p raised to n, where p is a prime number and n is a positive integer. മനസ്സിലായോ? അപ്പൊ ഗലോയ്സ് ഫീൽഡിനെ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? GF ഓഫ് p raised to n. p എന്ന് പറയുന്നത് പ്രൈം നമ്പർ, n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇന്റിജർ. മനസ്സിലായോ? ഇതിനകത്ത് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് n-ന്റെ വാല്യൂ 1 ഇട്ടുന്നതും, അതുപോലെ തന്നെ n-ന്റെ വാല്യൂ 1 ഇട്ടുള്ളത് നോക്കിക്കേ. n = 1 ആണെങ്കിൽ എന്താ കിട്ടും നമുക്ക്? GF ഓഫ് p കിട്ടുമോ? if n = 1 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? GF ഓഫ് p കിട്ടും. അപ്പൊ GF ഓഫ് p
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ മോഡലസിനെ ബേസ് ചെയ്തും കൂടാണ് പറയുന്നത്. അപ്പം മനസ്സിൽ ആ ഒരു കാര്യം ഇരുന്നോണം. ഈ ജി എഫ് ഓഫ് പി എന്ന് പറയുമ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? സെറ്റ് പി. ഓർമ്മ വേണം, അതൊന്ന് ഓർത്ത് വെച്ചോണം. ജി എഫ് ഓഫ് പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് ഓഫ് എലമെന്റ്സ് ഏതായിരിക്കും? സെറ്റ് പി. സെറ്റ് പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സെറ്റിനകത്ത് എലമെന്റ്സ് എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? സെറ്റ് പി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എലമെന്റ്സ് എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? 0 to p minus 1. 0, 1, 2 എക്സെട്ര ടു p മൈനസ് 1 വരെ ആയിരിക്കും നമ്മുടെ എലമെന്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? അതൊന്ന് മനസ്സിലിരുന്നോണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പറയുക ജി എഫ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ ഞാൻ പിക്ക് വരെ നമ്പർ കൊടുക്കുക, പ്രൈം നമ്പർ കൊടുക്കുക. ജി എഫ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? നമ്മുടെ സെറ്റ് ഓഫ് എലമെന്റ്സ് എത്രയാ? സെറ്റ് 7. പകരം നമ്മുടെ നമ്പർ എലമെന്റ്സ് എവിടെ വരെ വരും? 0 to 6. മനസ്സിലായി? അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ജി എഫ് ഓഫ് എന്ന് പറയുന്നത് എന്താണോ അതിന്റെ സെറ്റ് 7 അല്ലെങ്കിൽ നമ്പർ ആയിരിക്കും നമ്മൾ ജി എഫ് ഓഫ് എൻ കൂട്ടിക്കോ. ജി എഫ് ഓഫ് എൻ അങ്ങനെ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിരിക്കും എന്റെ സെറ്റ് ഓഫ് എലമെന്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും മനസ്സിലിരുന്നോളുക. കേട്ടല്ലോ? ശരി. ഇനി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സാധനം ജി എഫ് ഓഫ് പി, അതായത് പിയുടെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ജി എഫ് ഓഫ് പിക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്രിപ്റ്റോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പി ഈസ് ഈക്വൽ ടു 2 എന്നുള്ള കൺസെപ്റ്റാണ്. 2 ഒരു പ്രൈം നമ്പറാണ്. പി ഈസ് ഈക്വൽ 2 എന്നുള്ള കൺസെപ്റ്റാണ് ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഗലോയ്സ് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജി എഫ് ഓഫ് പി എന്തുവായി മാറും? ജി എഫ് ഓഫ് 2. ജി എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് ഓഫ് എലമെന്റ്സ് എത്രയാ? സെറ്റ് 2. അതിനുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഏതൊക്കെയാ? ആണോ? വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് 2 സാധനങ്ങളേ ഉള്ളൂ, 0യും 1ഉം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഇക്വലന്റ് ടു ബൈനറി. 2 സാധനങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാ? 0യും 1ഉം. മനസ്സിലായോ? കത്തിയോ? ജി എഫ് ഓഫ് 2 ഫീൽഡിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അഡീഷൻ എന്ന് പറയുന്നതും സബ്ട്രാക്ഷൻ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എക്സോർ. ജി എഫ് ഓഫ് 2 ഫീൽഡില് അഡീഷനും സബ്ട്രാക്ഷനും സെയിം ആണ്, വിച്ച് ഈസ് ഓൾസോ ഈക്വലന്റ് ടു എന്തുവാണ്? എക്സോർ. മനസ്സിലായോ? അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും എന്തും ഈക്വലന്റ് ആയിരിക്കും? ഡിവിഷനും ഈക്വലന്റ് ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വലന്റ് ടു ആൻഡ് ഓപ്പറേഷൻ. ഒന്നും മനസ്സിൽ എന്തായാലും വിചാരിച്ചു വെച്ചേക്കുക. മനസ്സിലായോ? അഡീഷനും സബ്ട്രാക്ഷനും ഈക്വൽ ആണ്. അത് ഏതിന് ഈക്വലന്റ് ആയിരിക്കും? എക്സോറിന് ഈക്വലന്റ് ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈക്വൽ ആയിരിക്കും. അത് ഏതിന് ഈക്വലന്റ് ആയിരിക്കും? ആൻഡ് ഓപ്പറേഷന് ഈക്വലന്റ് ആയിരിക്കും. കത്തിയോ? അപ്പോ ഗലോയ്സ് ഫീൽഡ് ഉണ്ട്. ഗലോയ്സ് ഫീൽഡിലുള്ള ഗലോയ്സ് പറഞ്ഞത് ഒരു ഫീൽഡ് ഫൈനൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഷുഡ് ബി പി റേസ്ഡ് ടു n when p is a prime number and n is a positive integer. ആ p ഈക്വൽ ടു n-നകത്ത് നമ്മൾ n-ന്റെ വാല്യൂ 1 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് ഫീൽഡ് കിട്ടി? ജി എഫ് ഓഫ് പി കിട്ടി. ആ പിയുടെ വാല്യൂ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഏത് ഫീൽഡ് കിട്ടി? ജി എഫ് ഓഫ് 2 ഫീൽഡ് കിട്ടി. ആ ജി എഫ് ഓഫ് 2 ഫീൽഡിന്റെ സെറ്റ് 2 എന്ന് പറയുന്നതിന്റെ അകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെ ആയിരിക്കും? 0യും 1ഉം. അങ്ങനെയുള്ള ജി എഫ് ഓഫ് 2 എന്ന് പറയുന്ന ഫീൽഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ്. അത് ഉപയോഗിക്കാൻ കാരണം ഈ പ്രോപ്പർട്ടീസാണ്. ഈ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ്, ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഫീൽഡ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാ? അഡീഷനും സബ്ട്രാക്ഷനും സെയിം ആയിരിക്കും. അത് എന്തിന് ഈക്വലന്റ് ആയിരിക്കും? എക്സോർ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈക്വലന്റ് ആയിരിക്കും. അത് ഏതിന് ഈക്വലന്റ് ആയിരിക്കും? ആൻഡ് ആയിരിക്കും. കാരണം നമുക്ക് ബൈനറി ഓപ്പറേഷൻ ചെയ്യാൻ ഇത്രയേ എളുപ്പമുള്ള സംഭവം അറിയില്ല. നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടോ ഡിവൈഡ് ചെയ്യേണ്ടോ സിറ്റുവേഷൻ വന്നാൽ എന്ത് തന്നെ ചെയ്താൽ മതി? അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ചെയ്താൽ പോരെ? അത് ചെയ്യാനും എളുപ്പമുണ്ട്. എന്തുവാ? എക്സോറും ആൻഡും ചെയ്താൽ മതി. ബൈനറി നമ്മുടെ ഡിജിറ്റൽ കേസിൽ ഏറ്റവും എളുപ്പമുള്ള സാധനങ്ങളാണ് എക്സോറും ആൻഡും. എന്തുവാ? എക്സോർ ഗേറ്റ് എന്തുവാ? ഓർമ്മയുണ്ടോ? എന്തുവാ എക്സോർ ഗേറ്റ്? എന്തുവാടെ എക്സോർ ഗേറ്റ്? ഹലോ, ആരുടെ അനക്കൊന്നുമില്ലല്ലോ. എക്സോർ ഗേറ്റ് എന്തുവാന്ന് ആരും ഇല്ലേ ഇവിടെ? ഹലോ പിള്ളേരെ, ഹലോ.
ആ ഉണ്ടെങ്കിൽ പറ, എന്തോ എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞേ. എല്ലാം മൈക്കുള്ളതൊക്കെ മിണ്ടായിരുന്നു. മൈക്ക് തുറന്നിട്ട് വാ തുറന്നിട്ട് പറഞ്ഞേ എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞേ. നോക്കുവാ ഇനിയിപ്പോ നെറ്റിലൊക്കെ നോക്കുമായിരിക്കും എക്സോർ ഗേറ്റ് എന്തുവന്ന് അല്ലേ. സ്വാതിയെ, മെർലിൻ, ദിവ്യ, ശ്രീലക്ഷ്മി, ഗാഥ, മാമ എല്ലാരും പറഞ്ഞേ എക്സോർ ഗേറ്റ് എന്തോന്ന് പെട്ടെന്ന് പറഞ്ഞേ. നെറ്റ് നോക്കുമായിരുന്നു കുത്തിയിരുന്ന് എക്സോർ ഗേറ്റ് എന്തുവാന്ന്. എന്തുവാടെ എക്സോർ ഗേറ്റ്? ആരും ഇല്ല ഇവിടെ ബാക്കിയുള്ളതൊക്കെ. സ്വാതി സ്വാതി പോയി, ഇറങ്ങിപ്പോയോ? മെർലിനെ, ദിവ്യേ പറഞ്ഞേ. സർ ട്രൂത്ത് ടേബിൾ ആണോ? ആ ട്രൂത്ത് ടേബിൾ നെറ്റ് നോക്കിട്ട് ട്രൂത്ത് ടേബിൾ എടുത്ത് മണ്ടി വെച്ചിട്ട് പറയാനില്ലേ. ട്രൂത്ത് ടേബിൾ ഒന്നും എനിക്കറിയണ്ട. എന്തോ എക്സോർ ഗേറ്റ് ഉടായിപ്പാ. Sir, ഓറിന്റെ ഇൻവേഴ്സ് ആണ്. അതിന്റെ ഇൻവേഴ്സ്. ഓറിന്റെ ഇൻവേഴ്സ് ആണോ എക്സോർ? ഒരൊറ്റ ചവിടൂടെ ഞാൻ വെച്ചുതരും. ഓറിന്റെ ഇൻവേഴ്സ് ആണോ എക്സോർ? ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് ഫൈനൽ സെം പരീക്ഷ എഴുതാൻ പോവാ. എക്സോർ ഗേറ്റ് എന്താന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. എന്തുവാ ഫാമി എക്സോർ? എന്റെ പൊന്നു മക്കളെ അതിന്റെ ട്രൂ ശരി നീ ബാമ നീ ട്രൂറ്റ് സോറി ആരാ മെർലിനെ നീ ട്രൂത്ത് ടേബിൾ കണ്ട് എന്താ മനസ്സിലായത് അതിനകത്തൊന്ന്? ട്രൂത്ത് ടേബിൾ കണ്ട് എന്താ മനസ്സിലായി? ഡിഫറെന്റ് ആണെങ്കിൽ അതിന് 1 ആയിരിക്കും, സെയിം ആണെങ്കിൽ 0 ആയിരിക്കും. സെയിം ആണ് 0 ആയിരിക്കും എന്ന് പറഞ്ഞ ചുരുക്കം പറഞ്ഞ നമുക്കിപ്പോ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യുമ്പം എക്സോർ ഗേറ്റ് ആണ് നമ്മൾ ചെയ്തെങ്കിൽ സിമിലർ ആയിട്ടുള്ള ടേം വരുമ്പോൾ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം, 0 ഡിസിമിലർ ആയിട്ടുള്ള ടേംസ് വരുവാണെങ്കിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാം, 1 ആയിട്ട് എടുക്കാം. ഇതാണ് എക്സോർ ഗേറ്റിന്റെ കൺസെപ്റ്റ്. ഇതെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കി വെച്ചോണം. സിമിലർ ടേംസ് വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോവും, ഡിസിമിലർ ടേംസ് വന്നു കഴിഞ്ഞാൽ എന്തുമായിട്ട് വരും, അതിന് നമുക്ക് രണ്ടിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഏത് എക്സോർ ഗേറ്റിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഈ എക്സോറും ആൻഡും ചെയ്യാൻ എളുപ്പമാണ് ഡിജിറ്റലിന്റെ കേസിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഏത് ഫീൽഡ് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് നമ്മൾ ഏത് ഫീൽഡ് യൂസ് ചെയ്യുന്നത്, GF ഫീൽഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? കത്തിയോ? ഓക്കെ. സാധ്യം മുങ്ങിയാന്ന് തോന്നുന്നു അന്നേരം ചോദിച്ചപ്പം. എക്സോർ ഗേറ്റിന്റെ കാര്യം ചോദിച്ചപ്പോ അന്നേരം മുങ്ങിയതാ. ശരി, ഇനി ഇത്രയും കൊണ്ട് നമുക്ക് തൽക്കാലം ഫീൽഡിന്റെ ഗ്രൂപ്പ് റിംഗ് ഫീൽഡ്, ഗലോയ്സ് ഫീൽഡ്, GF(p), EF(2) എന്നുള്ള കൺസെപ്റ്റ് തൽക്കാലത്തേക്ക് അവിടെ നിർത്താം. അത് നമുക്ക് ഇനി ആവശ്യമുള്ളതാണ്, അതുകൊണ്ടാണ് പഠിപ്പിച്ചത്. അതിന്റെ കൂടെ നമുക്ക് ഇനി പഠിക്കേണ്ട സാധനം എന്ന് പറയുന്നതാണ് നമുക്ക് ഇനി മെയിനായിട്ട് വരുന്നത് എന്താണ്? പോളിനോമിയൽസ്. എന്തുവാ പോളിനോമിയൽ? മാത്സിലെല്ലാം പഠിച്ചതാ. ഇപ്പൊ ഞാൻ എണ്ണം എഴുതുക, x⁵ പ്ലസ് x² പ്ലസ് x. ഇതൊരു പോളിനോമിയൽ ആണോ? ആണ്. ഇതിലെല്ലാത്തിനും ഓരോ ഡിഗ്രിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിന്റെ ഹയസ്റ്റ് ഡിഗ്രിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആണോ? കുഴപ്പമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പോളിനോമിയൽ എനിക്ക് നമ്പേഴ്സിൽ ബിറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഒരു 8 ബിറ്റ് വേർഡ് അല്ലെങ്കിൽ 16 ബിറ്റ് വേർഡ് അല്ലെങ്കിൽ 32 ബിറ്റ് വേർഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പോളിനോമിയൽസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ എഴുതിയ സാധനം ഒരു 8 ബിറ്റ് വേർഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എഴുതിയേക്കുന്ന സാധനം 8 ബിറ്റ് വേർഡ് ആണെന്ന് വിചാരിക്കുക. എന്റെ പോളിനോമിയലിന്റെ ജനറൽ ഫോർമാറ്റ് എന്തുവാണ്? പോളിനോമിയലിന്റെ ജനറൽ ഫോർമാറ്റ് അറിയാവോ നിങ്ങൾക്ക്? അല്ല, അറിയാവോ? an-1 x⁻n-1 പ്ലസ് an-2 x⁻n-2 എവിടെ പോവും? a0 x⁻0 വരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതാണ് എന്തുവാണ് ഒരു പോളിനോമിയലിന്റെ എന്തുവാണ് ജനറൽ ഫോർമാറ്റ് ആണോ? ഈ എഴുതുന്ന an-1 എന്ന് എഴുതുന്ന സാധനം അതിന്റെ കോഎഫിഷ്യന്റും n-1 എന്ന് മേളിൽ ഇടുന്ന സാധനം എന്തുവാണ് അതിന്റെ പവറുവാ. ഓർമ്മയുണ്ടോ? n-1 n-2 എന്ന് മേളിൽ ഇടുന്ന പവറും ഈ താഴെ എഴുതുന്ന ലെഫ്റ്റിൽ എഴുതുന്ന സാധനം അതിന്റെ എന്തുവാണ് കോഎഫിഷ്യന്റ് എന്നും പറയും. ഈ പവർ അനുസരിച്ച് പവർ എന്തിനെ തീരുമാനിക്കും?
ഈ പവർ എന്തിനാ തീരുമാനിക്കും? ഈ സാധനം എവിടെ, ഏത് പൊസിഷൻ, ഈ പോളിനോമിയലിൽ അതിന്റെ പൊസിഷൻ എവിടാന്ന് തീരുമാനിക്കും ഈ പവർ, അല്ലേ? പവർ കൂടുന്നതനുസരിച്ച് ലെഫ്റ്റിലോട്ട് വന്നോണ്ടിരിക്കും. 0 ആണ് എവിടെ കിടക്കുന്നത്? റൈറ്റ് കിടക്കുന്നത്. ഈ കോഎഫിഷ്യന്റ് എന്തിനാ തീരുമാനിക്കും? ഇപ്പൊ നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്, നമ്മുടെ കേസിൽ നമ്മൾ ബൈനറിയാ, കോഎഫിഷ്യന്റ് എല്ലാം ബൈനറിയാ. ബൈനറി കോഎഫിഷ്യന്റ് ക്യാൻ എയ്തർ ബി 0 അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ ഈ പവർ എന്തോ, സോറി, കോഎഫിഷ്യന്റ് എന്തിനെ മീൻ ചെയ്യും? ഈ ഒരു ടേം ഇതിലുണ്ടോ ഇല്ലേ? ഇവിടെ ഇപ്പൊ 0 ആണെങ്കിൽ ഈ ടേം ഉണ്ടോ? ഇല്ല. ഇവിടെ 1 ആണെങ്കിൽ എന്താ ഉണ്ട്? ആ ടേം ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഈ കേസിൽ നോക്കിക്കേ, ഇതൊരു 8 ബിറ്റ് വേർഡാണെന്ന് വിചാരിക്കുക. 8 ബിറ്റുള്ള വേർഡാ. അങ്ങനെ ആണെങ്കിൽ ശരിക്കും ആ വേർഡ് വരണ്ടിയിരുന്നത് എങ്ങനെയാണ്? എങ്ങനാ നോക്കിയേ. നമുക്ക് ഇവിടെ ഏതിന്റെയൊക്കെ ടേം ഉണ്ട്? x⁵5 ഉണ്ട്. നമുക്ക് 8 ബിറ്റാ. നമുക്ക് അപ്പം 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 0 to 7 വരെയാ. നമുക്ക് x⁵7 ഉണ്ടോ? ഇതിനകത്ത് x⁵7 ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ എന്തോ? അപ്പൊ 0 x⁵7 അല്ലേ? 7. 6ന്റെ ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് വരും? 0 x⁵6 പ്ലസ് x⁵5 ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ കോഎഫിഷ്യന്റ് എന്തുവാണെന്നാ? 1 ആണെന്നല്ലേ? ആ, പ്ലസ് 4 ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് വരും? x⁴. 3 ഉണ്ടോ? ഇല്ല. 2 ഉണ്ട്. അപ്പൊ എന്തുവാണ്? പ്ലസ്. പിന്നെ x ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്തുവായി? പ്ലസ്. തീർന്നില്ല. നമുക്ക് 0യുടെ കോഎഫിഷ്യന്റ് അപ്പൊ എന്ത് വരും? 0 ആണ് എഴുതേണ്ടത്. x⁵0യുടെ വാല്യൂ എന്തുവാ? 1. ലാസ്റ്റ് ടൈം എപ്പോഴും 1 അല്ലേ കാരണം വരുന്നത്? കാരണം x⁵, എന്ത് കോഎഫിഷ്യന്റ് നമുക്ക് കോഎഫിഷ്യന്റ് മാത്രമേ ഉള്ളൂ. കൂടെ x⁵0 എന്ന് പറയുന്ന സാധനം എന്തുവാ? 1. മനസ്സിലായോ? അപ്പോ നമ്മളിത് എഴുതി. ഈ ഒരു കേസിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറഞ്ഞു വരുന്നത്, ഈ സാധനം നമ്മൾ തൽക്കാലത്തേക്ക് ഒരു n ബിറ്റ് വേർഡ് വെച്ച് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതാം, 0 എന്ന് എഴുതാം. പോട്ടെ, ഇങ്ങനെ കിടക്കുക. ഇതിനെ നമുക്ക് ഇതിപ്പോ ശരിക്കും പറഞ്ഞ എന്തുവാണ്? നമ്മുടെ ഒരു ബൈനറി വേർഡാ. ആ ബൈനറി വേർഡ് എന്തുവാ? 0 0 1 0 0 1 1 0 1 2 3 4 5 6 7. ഈ ഒരു ബൈനറി വേർഡിനെയാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചേക്കുന്നത്? പോളിനോമിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബൈനറിയെ പ്രോസസ് ചെയ്യണമെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ പോളിനോമിയലിനെ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് പോളിനോമിയലിനെ പ്രോസസ് ചെയ്യാമോ? അത് ബൈനറിയെ പ്രോസസ് ചെയ്യണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ബൈനറിയെ പോളിനോമിയലായിട്ട് എഴുതിയിട്ട് ആ പോളിനോമിയലിനെ വേണം എനിക്ക് എന്തോ ചെയ്യാം? പ്രോസസ് ചെയ്താലും എനിക്ക് ബൈനറിയെ പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇനി നമ്മള് പോളിനോമിയലില് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫീൽഡ് ഏതാ? ഗലോയിസ് ഫീൽഡ് p⁻n. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫീൽഡ്. ഈ ഫീൽഡിനാണ് നമ്മൾ പോളിനോമിയൽ വർക്ക് ചെയ്യുന്ന, ഇതുമായിട്ട് ബേസ് ചെയ്ത് പോളിനോമിയൽ വർക്ക് ചെയ്യുന്ന 2 ഫീൽഡുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. 2 ഫീൽഡുകളാണ്. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച gf(2). gf(2) എങ്ങനെ വന്നേ? p = 2ഉം n = 1ഉം വന്നപ്പോഴാണ് നമുക്ക് എന്തോ കിട്ടിയത്? gf(2) കിട്ടിയത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ്. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് gf(2)n. n നമ്മൾ മാറ്റിയില്ല, ജസ്റ്റ് p = 2. ഈ 2 ഫീൽഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പോളിനോമിയൽസിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ പോളിനോമിയലിനെ പ്രോസസ് ചെയ്യുന്നു, കുഴപ്പമില്ല. പോളിനോമിയലിനെ പ്രോസസ് ചെയ്യുമ്പം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 പോളിനോമിയൽസ് ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റും? 2 പോളിനോമിയൽസ് ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റും? നമ്മൾ gf(2) ഫീൽഡില്ല എന്ന് വെച്ചോ, gf(2) ഫീൽഡില്ല. 2 പോളിനോമിയൽസ് ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റും? നമുക്ക് കോമൺ ടേംസിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം gf(2) ഫീൽഡിൽ അഡീഷനും സബ്ട്രാക്ഷനും വിച്ച് വിൽ ബി ഈക്വലന്റ് ടു ഏതാണ്? XOR എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ടേംസ് വരുന്നതിനെ നമുക്ക് എന്തോ ചെയ്യാം? ക്യാൻസൽ ചെയ്തും അൺകോമൺ ടേംസിനെ മാത്രം കീപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അഡീഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ x⁵5 + x² + 2ഉം വേറൊരു ഇത് ഇപ്പം x⁵6
6 പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ്, ഇത് രണ്ടിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് പോളിനോമിയൽസ് ആഡ് ചെയ്യുക, GF(2) ഫീൽഡിൽ ആഡ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? കോമൺ ടൈംസ് ഏതൊക്കെയാ? x5ഉം x5 എന്തോ ചെയ്തു? ക്യാൻസൽ ആയി പോയി. പിന്നുള്ള സാധനം എന്തൊക്കെയാ? എക്സ് റേസ് ടു 6 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. ഇതിൽ നമുക്ക് കിട്ടുന്നേ സംശയമുണ്ടോ? എക്സ് റേസ് 6 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. ഇതിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നേ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡീഷൻ ചെയ്യുമ്പോഴും നമ്മുടെ ഈ നമ്മൾ ഇനിഷ്യലി നമ്മൾ ഉപയോഗിച്ച രണ്ട് പോളിനോമിയൽസിന്റെ ഹയസ്റ്റ് ഡിഗ്രി ഏതാ? രണ്ടാമത്തെ ആയിരുന്നു. എത്ര? 6. അതിന് മേളിൽ എന്ത് പോകുന്നില്ല? നമ്മുടെ റിസൾട്ടിന് ഡിഗ്രി പോകുന്നുണ്ടോ? നമ്മൾ രണ്ട് പോളിനോമിയൽസ് ആഡ് ചെയ്താൽ അതിന്റെ റിസൾട്ട് ഒരിക്കലും എന്തിൽ പോകത്തില്ല? നമുക്ക് എന്താ മോർ ദാൻ നമ്മുടെ എത്രയാണോ ഡിഗ്രി, അതിന്റെ ഹയസ്റ്റ് ഡിഗ്രിയുടെ മേളിൽ എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും പോകത്തില്ല. പോവോ? നമ്മുടെ സെറ്റിന് മേളിൽ പോവോ? ഇല്ല. പക്ഷേ രണ്ട് പോളിനോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്താലോ? ഇപ്പോ നിങ്ങള് എക്സ് ക്യൂബ് പ്ലസ് എക്സും എക്സ് പ്ലസ് 1 കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. ഇതിന്റെ ഹയസ്റ്റ് ഡിഗ്രി എന്തുവായിരുന്നു? 3 അല്ലായിരുന്നോ? ഇത് തമ്മിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതും ഇതുകൂടെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? എക്സ് റേസ് ടു 4 കിട്ടത്തില്ലേ? കിട്ടുവോ? എങ്ങനെയാ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാ? എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് എത്ര? എക്സ് റേസ് ടു 3 പ്ലസ് 1 അല്ലേ വരുന്നേ? എക്സ് റേസ് ടു 4. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഓൾറെഡി റിസൾട്ട് എവിടെ പോയി? നമ്മുടെ സെറ്റിന് വെളിയിൽ പോയില്ലേ? നമുക്ക് വരാവുന്ന മാക്സിമത്തിന് വെളിയിൽ പോയില്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിനോമിയലിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒരു സാധനം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. എന്തുവാണ്? മോഡുലസ്. നമുക്ക് ആവശ്യമുള്ള ലിമിറ്റിന് വെളിയിൽ പോകുമ്പോൾ ലിമിറ്റിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്തുവാ? മോഡുലസ്. അപ്പൊ നമ്മൾ പോളിനോമിയൽസിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ആ പോളിനോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് നമ്മുടെ ലിമിറ്റിന് വെളിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ ആ പോളിനോമിയലിന്റെ മോഡുലസ് എടുക്കണം. ആ പോളിനോമിയലിന്റെ മോഡുലസ് എടുത്ത് അതിനെ എന്തിലേക്ക് കൊണ്ടുവരണം? നമ്മുടെ ലിമിറ്റിലേക്ക് കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാ മോഡുലസ് എടുക്കുന്നത്? നമ്മൾ മോഡുലസ് എടുക്കുന്നത് എങ്ങനെയാ? നമ്മുടെ എന്തിനാണോ മോഡുലസ് എടുക്കേണ്ടത് അതിനെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ ആണ് നമ്മുടെ മോഡുലസ്. ശരിയാണോ? റിസൾട്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമുക്കൊരു പോളിനോമിയലിന്റെ മോഡുലസ് എടുക്കണേ എന്തോ ചെയ്യണം? പോളിനോമിയലിനെ ഏതുകൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത്? ആ മോഡ് കൊണ്ട് എന്ത് ചെയ്യണം? പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ ആണ് നമ്മുടെ റിസൾട്ട്. എന്ന് പറഞ്ഞാൽ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതാ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയിട്ട് വരാൻ പറഞ്ഞേ. മനസ്സിലായോ? കത്തിയോ? മനസ്സിലായോ? ഇവിടെ നമുക്ക് സാധാരണ ഇന്റിജേഴ്സ് നമ്മൾ പറയുന്ന പോലെ ചുമ്മാ ഏതെങ്കിലും മോഡുലസ് എടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പോളിനോമിയൽ അല്ലേ, ഇന്റിജർ വാല്യൂ ഒന്നുമില്ലല്ലോ. നമുക്ക് ചുമ്മാ ഏതെങ്കിലും മോഡുലസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്കിതിനെ മോഡുലസിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതിന് ഓരോ ഡിഗ്രിക്ക് അനുസരിച്ച്, അതായത് n ഇതിന്റെ ഹയസ്റ്റ് ഡിഗ്രി, ഈ കേസിൽ ഹയസ്റ്റ് ഡിഗ്രി എത്രയാ? 3. അങ്ങനെ നമ്മുടെ ഓരോ നമ്മുടെ ഡിഗ്രി അനുസരിച്ച് നമ്മൾ പ്രോസസ് ചെയ്യാൻ പോകുന്നതിന്റെ ഡിഗ്രി അനുസരിച്ച് നമ്മുടെ ഓരോ എന്നിനെയാണ് ഡിഗ്രിക്ക് ഞാൻ എന്നാ കൊടുക്കുന്നത്, ആ ഡിഗ്രി n വാല്യൂ അനുസരിച്ച് നമുക്ക് ഓൾറെഡി എന്ത് റെഡിയാക്കിയ ആൾക്കാർ വെച്ചിട്ടുണ്ട്. ഈ ഡിഗ്രി വരുവാണെങ്കിൽ ഇന്ന മോഡുലസ് ഉപയോഗിക്കണം, ഈ ഡിഗ്രി ആണെങ്കിൽ ഇന്ന മോഡുലസ്, എന്നിന്റെ വാല്യൂ ഇത്രയാണ്, ഈ മോഡുലസ് എന്നിന്റെ വാല്യൂ ഇതാണെങ്കിൽ ഈ മോഡുലസ് എന്ന് പറഞ്ഞ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ മോഡുലസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? മോഡുലസ് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. ആ മോഡുലസ് നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന മോഡുലസ് വിളിക്കുന്ന പേര് പ്രൈം പോളിനോമിയൽ എന്നാണ്. പ്രൈം പോളിനോമിയൽ എന്ന് പറയാൻ കാരണം ആ പോളിനോമിയലിനെ പിന്നെ വേറൊരു സെറ്റ് കൊണ്ടും ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫാക്ടേഴ്സ് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സാധനത്തിന് എന്ത് പേര് വിളിക്കുന്നത്? പ്രൈം പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഓരോ ഡിഗ്രി ഓഫ് പോളിനോമിയൽസിനും ഡിഗ്രിയുടെ വാല്യൂ അനുസരിച്ച് എന്തുണ്ട്? ഒരു മോഡുലസ് അല്ലെങ്കിൽ എന്തുകൊണ്ട്? പ്രൈം പോളിനോമിയൽ ഉണ്ട്. ആ പ്രൈം പോളിനോമിയൽ ഉപയോഗിച്ച് മാത്രമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പാടുള്ളൂ? മോഡുലസ് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് അതിനെ പ്രൈം പോളിനോമിയൽ എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ അതിനെ പിന്നെന്ത് ചെയ്യുക? പ്രൈം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ആ നമ്പറും
വണ്ണും മാത്രമായ ഒരു സാധനത്തിനെയാണ് പ്രൈം എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രൈം പോളിനോമിയൽ എന്തുമായിരിക്കും? ആ പോളിനോമിയലും വണ്ണും മാത്രമായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്. അതിന് വേറെ ഫാക്ടേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഫാക്ടർ ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ പോളിനോമിയൽ എന്തോ പേര് വിളിക്കുന്നത്? പ്രൈം പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? കത്തിയോ? മനസ്സിലായെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയൽസിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ. അങ്ങനെയുള്ള പോളിനോമിയലിന് വേറൊരു പേരോട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ. ഞാൻ ഈ പറയുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശരി. ഇനി ഒരു 2-3 എക്സാമ്പിൾ നമ്മൾ ഇതിന്റെ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഞാനിപ്പോ ലാസ്റ്റ് തന്ന നിങ്ങൾക്ക് ഫിറോസാന്റെ ടെക്സ്റ്റിന്റെ PDF തന്നില്ലേ, അപ്പൊ അതിനകത്ത് ഈ ഒരു ടേബിളിനകത്ത് ഒരു കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി 1 വന്നാൽ എന്താണ് ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ അല്ലെങ്കിൽ പ്രൈം പോളിനോമിയൽ, ഡിഗ്രി 2 വന്നാൽ എന്താണ്, 3 വന്നാൽ എന്താണ്, 4 വന്നാൽ എന്താണ്, 5 വന്നാൽ എന്താണെന്നൊക്കെ പറഞ്ഞുള്ള മോഡുലസുകൾ അല്ലെങ്കിൽ പ്രൈം പോളിനോമിയൽ നമുക്ക് ആ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാതെ പഠിക്കണമെന്നില്ല. കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ തന്നെ ക്വസ്റ്റിനകത്ത് തന്നെ അവർ തരും. യൂസിങ് ദിസ് മോഡുലസ് എന്നും പറഞ്ഞ് തന്നെ ചെയ്യാൻ പറയും. പ്രോബ്ലമായിട്ട് ചോദിക്കുവാണെങ്കിൽ അവർ ക്വസ്റ്റിനകത്ത് തന്നെ പറയും. അല്ലെങ്കിൽ ഇത് പ്രോസസ് ചെയ്യുക യൂസിങ് ദിസ് പോളിനോമിയൽ എന്ന് പ്രത്യേകമായിട്ട് അവർ തന്നെ പറഞ്ഞു തരുന്നതുകൊണ്ട് പ്രശ്നമില്ല, കുഴപ്പമില്ല. നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് എവിടാ വരുന്നതെന്നുള്ള കേസിൽ നമുക്ക് ഓക്കെ, നമുക്ക് വലുതാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഞാൻ ടെക്സ്റ്റിലെ തന്നെ എക്സാമ്പിൾ എഴുതാം. അപ്പൊ ഒത്തിരി ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ x raised to 5 plus x plus x and x raised to 7 plus x raised to 4 plus x cube plus x square plus x. ഇതാണ് നമ്മുടെ എന്തുവാണ് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് പറഞ്ഞേക്കുവാണ് ഇൻ GF ഓഫ് 2 raised to 8. ഇൻ GF ഓഫ് 2 raised to, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാണാൻ പറ്റുന്നുണ്ടോ? മൾട്ടിപ്ലൈ ഒരു വാല്യൂ ആൻഡ് അടുത്ത വാല്യൂ ഇൻ ഗലോയ്സ് ഫീൽഡ് ഏതാ? 2 raised to 8. 2 raised to 8 വിച്ച് മീൻസ് എന്നിന്റെ വാല്യൂ എത്രയാ? 8. അപ്പൊ നമുക്ക് ആണെങ്കിൽ ഏത് മോഡുലസ് 8 എന്ന് പറയുന്ന n വരുവാണെങ്കിൽ, എന്നിന്റെ വാല്യൂ 8 ആണെങ്കിൽ ഏത് മോഡുലസാ ഉപയോഗിക്കേണ്ടത് നമുക്ക് ആ ടേബിളിലുണ്ട്. മനസ്സിലായോ? അപ്പൊ അതും ക്വസ്റ്റ്യൻ തന്നെ അവർ തരും. വിത്ത് ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ. ഇതിന് ഉപയോഗിക്കേണ്ട പോളിനോമിയൽ എന്ന് പറയുന്നത് x raised to 8 plus x raised to 4 plus x cube plus x plus 1. അത് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുക. മൾട്ടിപ്ലൈ ഈ നമ്പർ ബൈ ഈ നമ്പർ ഏത് ഫീൽഡിൽ ഇൻ GF ഓഫ് 2 raised to 8. 2 raised to 8 എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാ? എന്നിന്റെ വാല്യൂ എത്രയാ? 8. വിത്ത് ഇർറെഡ്യൂസിബിൾ n ഈക്വൽ ടു 8 റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത് ഏതാണ്? x raised to 8 for x raised to 4 plus x cube plus x plus 1. ഇത് ആ ടേബിളിനകത്തുണ്ട്. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ സാധനം തരും. നിങ്ങൾ ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യനിൽ തരും. നിങ്ങൾക്ക് ഇത് മാത്രം നോക്കിയിരുന്നാൽ മതി. ഇനി ഒന്ന് ചെയ്യുമ്പോൾ എങ്ങനെ വരും സൊല്യൂഷൻ? ചെയ്യുമ്പോൾ എങ്ങനെ വരും? രണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. ആദ്യം നമ്മളെങ്ങനെ സാധാരണ പോളിനോമിയൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെ? ആദ്യം x raised to 5 കൊണ്ട് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ x raised to 5 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ ആണേ. അപ്പം രണ്ടാമത് എക്സ് സ്ക്വയർ കൊണ്ട് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. മൂന്നാമത് എക്സ് കൊണ്ട് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇതാണല്ലോ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. x raised to 5 കൊണ്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടും? x raised to 12 പ്ലസ് ഇതല്ലേ x raised to 12 പ്ലസ് x raised to 9 പ്ലസ് നിങ്ങളോടൊന്ന് പറഞ്ഞേ ഓരോന്ന് ബൈക്കുള്ളവര്. x raised to 5 ഇതുകൂടെ ചെയ്താൽ മതി. x raised to 12 പ്ലസ് x raised to 9 പ്ലസ് ഇതെന്താ വരും? x raised to 8 പ്ലസ് x raised to 7 പ്ലസ് x raised to 6 പ്ലസ് ഇനിയിപ്പം x സ്ക്വയർ കൊണ്ട് ചെയ്യണം. എന്തുവാ? x raised to 9 പ്ലസ് x raised to 9 x raised to 6 x raised to 5 x raised to plus 4 x raised to 4 x plus raised x raised to 3 പ്ലസ് ഇനി x കൊണ്ടിട്ട് x
x raised to 8 plus x raised to 5, 5 plus x raised to 4 plus x raised to 3 plus x square. എല്ലാം ചെയ്തേ. നമ്മളിത് ഏത് GF(2)ന്റെ കറസ്പോണ്ടിങ് ഫീൽഡില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ടേംസിനെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ കോമൺ ടേംസ് ഉണ്ടെന്ന് നോക്കിക്കേ. 9ഉം 9ഉം പോയി, മനസ്സിലായോ? 8ഉം 8ഉം പോയി, 4ഉം 4ഉം പോയി, 5ഉം 5ഉം പോയി, 3ഉം 3ഉം പോയി, 6ഉം 6ഉം പോയി. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി എന്താ വന്ന് ലാസ്റ്റ്? x raised to 12 plus x raised to 7 plus x square. മനസ്സിലായോ? ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ n എത്ര ആയിരുന്നു? 8 ആയിരുന്നു. റിസൾട്ടിന്റെ ഡിഗ്രി എത്രയാ? 12. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റിന് വെളിയിൽ പോയോ? പോയെങ്കിൽ നമ്മൾ ലിമിറ്റിനകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തോ ചെയ്യണം? ഇതിന്റെ എന്തോ ചെയ്യണം? മോഡുലസ് എടുക്കണം. യൂസിങ് ഏത്? ഇത്. അപ്പൊ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്തുവാണ്? ഇതേ മോഡ് ഏതാ? x raised to 8 plus x raised to 4 plus x cube plus x plus 1. ഇതിന്റെ മോഡ് ചെയ്യുന്നതാണ് നമ്മുടെ റിസൾട്ട്. ആണോ? ഇതല്ലേ നമ്മുടെ മോഡുലസ് അല്ലെങ്കിൽ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പോ ഇതിനെ നമ്മൾ ഇത് ഉപയോഗിച്ച് മോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആണോ? അങ്ങനെ ആണെങ്കിൽ എങ്ങനെ നമുക്ക് മോഡുലസ് കണ്ടുപിടിക്കാം? ഇവിടെയാണ് ഞാൻ നേരത്തെ നോക്കിയിട്ട് വരാൻ പറഞ്ഞ എന്തിന്റെ ആവശ്യം വരുന്നേ? പോളിനോമിയൽ ഡിവിഷന്റെ ആവശ്യം വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്ന് എഴുതി നോക്കിയേ. നമ്മൾ എന്തിനാ ഡിവൈഡ് ചെയ്യേണ്ടത്? x raised to 12 plus x raised to 7 plus x സ്ക്വയറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? x raised to 8 plus x raised to 4 plus x cube plus x plus 1 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നേ? അറിയാവോ? അറിയാവുന്നവരെന്ന് പറഞ്ഞേ. x raised to 4. അതെങ്ങനെയാ വന്നതെന്നോട് പറഞ്ഞു. കേൾക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ എങ്ങനെയാ വരുന്നേ? x raised to 4 into x raised to 8. 8 plus 4, 12. അപ്പൊ നമ്മൾ എന്തിന്റെ ബേസിലാ 4 എന്നുള്ള 4 മനസ്സിൽ വന്ന എങ്ങനെ? എന്തുകൊണ്ടാ 4 ഉപയോഗിക്കണം എന്ന് പറഞ്ഞേ? ആ 12 ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഹയസ്റ്റ് ഡിഗ്രി തൊട്ട് പുറമോട്ട് നോക്കണം. ഫസ്റ്റ് ഡിഗ്രി 12 വരണമെങ്കിൽ നമ്മൾ ഈ കിടക്കുന്നതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ നമുക്ക് 12 കിട്ടും. x raised to 8ന്റെ കൂടെ x raised to 4 മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? x raised to 12 കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം മേളിൽ എന്ത് എഴുതി? x raised to 4 എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ x raised to 4 കൊണ്ട് ഇതിനെ മൊത്തത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? x raised to 12 plus x raised to 8 plus x raised to 7 plus x raised to 5 plus x raised to 4. ഇനി ഇതിനെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തോ ചെയ്താൽ മതി? കോമൺ ടേംസിനെ ഡിലീറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പം 12ഉം 12ഉം പോയി, 7ഉം 7ഉം പോയി. അപ്പൊ ബാക്കി എന്തുകൊണ്ട്? x raised to 8 plus x raised to 8 plus x raised to 5 plus x raised to 4 plus x square. ഇനി തീർന്നില്ലല്ലോ. വീണ്ടും അടുത്തത് x raised to 8ന്റെ കേസിൽ അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ചെയ്താൽ പറ്റും? 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് 1 കൊണ്ട് എന്തോ ചെയ്യണം? മൾട്ടിപ്പിൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x raised to 8 plus x raised to 4. 1 കൊണ്ട് മൾട്ടിപ്പിൾ ഇത് തന്നെ കിട്ടുന്നേ. x raised to 4 plus x cube plus x plus 1. ഇത് എന്തൊക്കെ പോവും? 8ഉം 8ഉം പോയി. 4 അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടി? x raised to 5 plus x cube plus x square. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് x raised to 8 ഇത് x raised to 5 ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ എന്തുവാണ്? കോഷ്യന്റ്. ഇതാണ് നമ്മുടെ എന്ത്? റിമൈൻഡർ. അപ്പൊ നമുക്ക് വേണ്ടത് എന്തുവാ? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട് നമ്മളിപ്പോ നേരത്തെ ചെയ്ത റിസൾട്ട് എന്തുവാണ്? x raised to 5 plus x cube plus x plus 1. ഇതിന്റെ ഡിഗ്രി 5 അല്ലേ? നമ്മുടെ n = 8 അല്ലായിരുന്നോ? അതിനെക്കാട്ടി ചെറുതല്ലേ? നമ്മുടെ ലിമിറ്റിനകത്തേക്ക് കൊണ്ടുവന്നില്ലേ? ഇതാണ് നമ്മുടെ റിസൾട്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് മോഡുലസ് എടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? എടാ ഒന്ന് ഹോൾഡ് ചെയ്യേ.
എടാ ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാവേ.
വേണ്ട, പോയത്. ഹലോ ഹലോ, ഇവിടെ ഉണ്ടോ അതോ പോയോ? ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പം ഡിവൈഡ് ചെയ്യുന്നത് ഏകദേശം മനസ്സിലായി. നമുക്ക് എക്സാമ്പിൾ നമുക്ക് പിന്നെ നോക്കാം. ഏകദേശം മനസ്സിലായല്ലോ എന്താ സംഭവം എന്നുള്ളത്. ഇനി ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതങ്ങ് ചെയ്യാം. അപ്പം നമുക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വരുന്ന സാധനമാണ് നമ്മൾ നേരത്തെ പഠിച്ച മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, നേരത്തെ പഠിച്ച സാധനം. അപ്പോൾ നമുക്കിങ്ങനെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഇൻ GF ഓഫ് 2 ഞാനിപ്പോൾ ടെക്സ്റ്റിലെ എക്സാമ്പിൾ നിങ്ങളങ്ങ് ചെയ്യിപ്പിക്കുക, അതാകുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവും. എക്സാമ്പിൾ വേണം നമുക്ക് പിന്നെ ചെയ്യാം. 2f of 4 find the inverse of x square plus 1 ഇങ്ങനെ എഴുതാം. യൂസിങ് ഏതാണ് x raised to 4 plus x plus 1. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നേ? എൻ്റെ ഫീൽഡ് ഏതാ? GF of 2 raised to 4. അപ്പം എന്നിന്റെ വാല്യൂ എത്രയാ? 4. ഫൈൻഡ് ദി ഇൻവേഴ്സ്. ഏതിന്റെ ഇൻവേഴ്സ് എനിക്ക് കണ്ടുപിടിക്കണ്ടേ? x raised to 2 plus 1. ഏതിനകത്തെയാ? x raised to 4 plus x plus 1 ഉപയോഗിച്ച്, ഇതാണ് എൻ്റെ മോഡലസ്. ഈ മോഡലസ് ഉള്ള എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? x square plus 1 എന്ത് കണ്ടുപിടിക്കണം? ഇൻവേഴ്സ് എനിക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇന്നലെ പഠിച്ചവര്, ഇന്നലെ പഠിക്കാതെ ഇല്ലാത്തവര് പോട്ടെ, ഇന്നലെ പഠിച്ചവര് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? യൂക്ലിഡിയൻ അൽഗോരിതം. യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ വെറും യൂക്ലിഡിയൻ അൽഗോരിതം അല്ല ഉപയോഗിക്കുന്നത്, പകരം എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ചാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഉപയോഗിച്ചാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. കാരണം എന്താ? യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് GCD കിട്ടും. ആ GCD വെച്ചിട്ട് ഇതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഏതാണ് ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൂടെ വേണം? എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൂടെ കണ്ടുപിടിക്കാൻ പറ്റൂ. മനസ്സിലായോ? അതെങ്ങനെയെന്ന് നമുക്ക് പറഞ്ഞ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ഇൻഡിജേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കി? യൂക്ലിഡിയൻ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ ചെയ്ത് നോക്കി. ഇതിപ്പോൾ നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്? പോളിനോമിയൽ ഉപയോഗിച്ച് ചെയ്യാൻ പോവുക. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ ചരിച്ചെഴുതാം, അപ്പൊ കുറച്ചുകൂടെ കാണാൻ പറ്റും. ഇത്തിരി പോളിനോമിയൽ അല്ലേ. അപ്പോ നമുക്ക് നേരത്തെ പോലെ തന്നെ എന്തൊക്കെ കോളം വേണമായിരുന്നു ഓർമ്മയുണ്ടോ? നമുക്ക് ക്യൂവിന്റെ ഒരു കോഷ്യന്റ്, ക്യൂവിന്റെ ഒരു കോളം ഉണ്ട്, R1 ഒരു കോളം ഉണ്ട്, R2 ഒരു കോളം ഉണ്ട്, R ഒരു കോളം ഉണ്ട്. പിന്നെന്താ ഉണ്ട്? T1 ഒരു കോളം ഉണ്ട്, T2 ഒരു കോളം ഉണ്ട്, Tയുടെ കോളം. ഇത്രയുമായിരുന്നു നമുക്ക് എന്തിന്റെ ആവശ്യമുള്ളത്? നമ്മുടെ എക്സ്റ്റെൻഡഡ് യൂക്ലിഡ് അതൊന്നും ചേരാൻ വേണ്ടിയുള്ളൂ അല്ലേ. നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കേസ് അനുസരിച്ച്, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച്, നമ്മൾ കേട്ടെ ഈ എടുത്ത ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ഇതിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് മോഡലസ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മുടെ എന്തുവാ യൂക്ലിഡിയൻ അൽഗോരിതം ചേരുമ്പോൾ നമ്മൾ എന്നും എ ഉണ്ടല്ലോ, നമ്മുടെ n എന്തുവാ? ഇതാണ് നമ്മുടെ മോഡലസ്. അപ്പൊ n ഈക്വൽ ടു ഏതാ? നമ്മുടെ മോഡലസ് ഏതാ? ഇതും എ എന്ന് പറയുന്ന ഏതാ? ഇതാ. അപ്പൊ ഞാൻ R1 ഏതാ എഴുതേണ്ടത്? R1 ഏതാ എഴുതേണ്ടത്? R1 എന്റെ മോഡലസും മോഡലസും R2 എന്നും എയും അല്ലേ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നേ, അല്ലെങ്കിൽ എന്റെ മോഡലസും നമ്പറും എഴുതിക്കൊണ്ടിരുന്നേ. മോഡലസ് ഇവിടെ ഏതാ? x raised to 4 plus x plus 1 ആ. എന്റെ നമ്പർ ഏതാ? x square plus 1. അപ്പൊ ഞാൻ ഇവിടെ എഴുതേണ്ട എങ്ങനെയാ? R1 അവിടെ നമ്മൾ x raised to 4 plus x plus 1 എന്ന് എഴുതും. R2 അവിടെ x square plus 1 എന്ന് എഴുതും. ഇനി ചെയ്യുന്നത് മറ്റേ പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ T1 T2 ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? 0 എന്നും 1 എന്നും ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഓർമ്മയുണ്ട്? അത് ഡിഫോൾട്ടാ, അത് പഠിച്ചു വെച്ചേക്കുക. T1 0 T2 1 ആ തുടങ്ങുന്നത്. ഇനി നമുക്ക് ചെയ്യണം. എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം Q കണ്ടുപിടിക്കണം. വേണ്ടായോ? Q എങ്ങനെ കണ്ടുപിടിക്കുന്നത്? R1 ഡിവൈഡ് ബൈ R2 എന്ന് പറഞ്ഞാൽ x raised to 4 plus x plus 1 ഡിവൈഡ് ബൈ x square plus 1. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ എടുക്കട്ടെ. x raised to 4 plus x plus 1 ഡിവൈഡ് ബൈ x square plus 1 എത്ര കിട്ടും? x raised to 4 plus x plus 1 ഡിവൈഡഡ് ബൈ x square plus 1 എത്ര കിട്ടും?
ആദ്യം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇനി എന്ത് ചെയ്യണം? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 1. ഇപ്പൊ എന്തൊക്കെ പോവും? എക്സ് സ്ക്വയർ പോയി, 1 പോയി, ബാക്കി എന്താ മാത്രമേ ഉള്ളൂ? എക്സ്. അപ്പൊ നമ്മുടെ കോഷ്യന്റ് ഏതാ? റിമൈൻഡർ ഏതാ? റിമൈൻഡർ ഏതാ? അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ കോഷ്യന്റിന്റെ അവിടെ നമ്മൾ എന്ത് എഴുതണം? ഇപ്പൊ കണ്ടുപിടിച്ചേ എക്സ് സ്ക്വയർ പ്ലസ് 1 എഴുതി. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടി, എക്സ് എന്നുള്ള റിമൈൻഡർ കിട്ടി. നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ എഴുതിയാൽ മതി. ഇനി ഇൻ കേസ് നമുക്ക് അത് അങ്ങനെ അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? അതിനൊരു ഇക്വേഷൻ എന്തുവാണ്? R1 മൈനസ് ക്യൂ ഇൻറ്റു R2. ഓർമ്മയുണ്ടോ നമ്മൾ ചെയ്യുന്നത്? R ഇസ് ഈക്വൽ ടു R1 മൈനസ് ക്യൂ ഇൻറ്റു R2. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടും, വ്യത്യാസമൊന്നുമില്ല. ഇനി ടി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? T1 മൈനസ് ക്യൂ ഇൻറ്റു T2. ഓർമ്മയുണ്ടോ ഇന്നലെ പറഞ്ഞത്? T കണ്ടുപിടിക്കുന്നത് T1 മൈനസ് ക്യൂ ഇൻറ്റു T2. എന്തോ കിട്ടും? T1 എത്ര? 0 മൈനസ് ക്യൂ എത്ര? എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു T2 എത്ര? 1. ഇതാണോ? എന്ന് പറഞ്ഞാൽ 0 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇതല്ലയോ? ആണോ? ഇൻറ്റു 1 അല്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ, ഇത് തന്നെയല്ലേ? ഇനി മൈനസ് വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ GF(2) അല്ലെങ്കിൽ ആ ഫീൽഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡീഷനും സബ്ട്രാക്ഷനും എന്തുവാണ്? അഡീഷനും സബ്ട്രാക്ഷനും എന്തോന്നാ പറഞ്ഞേ? ആണ്. അഡീഷനും സബ്ട്രാക്ഷനും ഈക്വൽ ആണ്, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു XOR എന്നാ പറഞ്ഞേ. ആണോ? എന്ന് പറഞ്ഞാൽ 0 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നതും 0 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്തുവാണ്? സെയിം ആണെന്നല്ലേ മീനിങ്? ഈ ഫീൽഡിൽ 0 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1ഉം 0 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1ഉം സെയിം ആണെന്നല്ലേ മീനിങ്? അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇത് എന്ത് തന്നെയാണെന്ന് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെയല്ലേ? 0 ആഡ് ചെയ്താൽ വലിയ വ്യത്യാസം വല്ലതും വരുമോ? ഇല്ലല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെയല്ലേ ആൻസർ വരുന്നേ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? GF(2) ഫീൽഡില് ഞാൻ ഫൈനൈറ്റ് ഫീൽഡ് ഞാൻ പറഞ്ഞിരുന്നു അഡീഷനും സബ്ട്രാക്ഷനും ഈക്വൽ ആണ്, ഇറ്റ് വിൽ ബി ഓൾസോ ഈക്വൽ ടു XOR. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈക്വൽ ആണ്, ഇറ്റ് വിൽ ബി ഓൾസോ ഈക്വൽ ടു ആൻഡ്. പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഈക്വലാ, വിച്ച് മീൻസ് 0 മൈനസ് എഴുതുന്നതും 0 പ്ലസ് എഴുതുന്നതും തമ്മിൽ എന്തുവാണ്? വ്യത്യാസമൊന്നുമില്ല, സെയിമാ. അപ്പൊ 0 ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് എഴുതിയാലും മതി, എനിക്ക് അത് തന്നെ എഴുതിയാലും പോരെ. 0 ആഡ് ചെയ്ത വ്യത്യാസം വല്ലതും വരാമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെ വരും. അപ്പോൾ എന്റെ ടിയുടെ വാല്യൂ എന്തുവാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1. ഇത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? ഒരു ലൈൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്തുവാ? R2 എടുത്ത് R1 ഇടുക, R എടുത്ത് R2 ഇടുക, അല്ലേ? അപ്പൊ R2 എവിടെ വരും? ഇങ്ങോട്ട് വരും. എക്സ് എവിടെ വരും? R2 വരും. എന്തുവാ? ഈ R-നകത്ത് കിടക്കുന്ന എക്സ് എവിടെ വരും? ഇങ്ങോട്ട് വരും. ഇനി T2 എങ്ങോട്ട് വരും? T1. T എങ്ങോട്ട് വരും? T2. ആണേ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Q കണ്ടുപിടിക്കണം. ഇത്തവണ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എക്സ് സ്ക്വയർ പ്ലസ് 1നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ്. എന്തുവാണ്? എക്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കിട്ടും? എക്സ് സ്ക്വയർ. എന്താ കിട്ടി? 1. ആണോ? നന്നേ. ഹലോ, എക്സും 1ഉം ആണോ കിട്ടിയേ? അപ്പൊ നമ്മുടെ കോഷ്യന്റ് എന്തുവാ? എക്സ്, റിമൈൻഡർ എന്തുവാ? 1. ആണോ? ഇനി അപ്പൊ നമ്മൾ ടി എങ്ങനെയാണ് പിടിക്കുന്നത്? T1 മൈനസ് ക്യൂ ഇൻറ്റു T2 തന്നെ. ഇവിടെ T1 എത്ര? 1ഉം T2 എത്ര? ഇത്. Q എത്ര? ഇത്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഞാൻ താഴോട്ട് എഴുതാം, ഇവിടെ തന്നെ എഴുതാം. അപ്പൊ എന്താ വരും? T1 1 മൈനസ് അല്ലെങ്കിൽ 1 മൈനസ് അല്ലെങ്കിൽ 1 പ്ലസ്, നമുക്ക് രണ്ട് കേസിൽ ഒരുപോലെ തന്നെ 1 പ്ലസ് Q ഇൻറ്റു T2. അപ്പൊ എന്തുവാ? എക്സ് ഇൻറ്റു എക്സ് അല്ലേ ക്യൂ, അല്ലെ? ക്യൂ അല്ലേ എക്സ്. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1. ഇപ്പൊ എന്താ കിട്ടും? 1 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ്, അല്ലെങ്കിൽ അതിനെ ഓർഡറിൽ എഴുതുവാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. ആണോ? അപ്പൊ നമ്മുടെ ടി എത്ര? എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. ആ ലൈനും കഴിഞ്ഞേ. വീണ്ടും എന്ത് ചെയ്യണം? R2 എടുത്തിട്ട് R1. അപ്പൊ ഇവിടെ എന്ത് വരും? എക്സ്.
ആർ എങ്ങോട്ട് വരും? R2 T2 എവിടെ വരും? T1 T എന്ത് വരും? T2 ആണോ? വീണ്ടും എക്സിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെ 1 എന്തുകൊണ്ട് ഇവിടെ എക്സ് എന്നല്ലേ കിട്ടുന്നേ? എനിക്ക് ഡിവൈഡ് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻ ഉണ്ടോ? മനസ്സിലായി? അത് തന്നെയല്ലേ കിട്ടാൻ പോണേ? വ്യത്യാസം വല്ലതും ഉണ്ടോ? എക്സ് റിമൈൻഡർ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ വാല്യൂ എന്ത് വരും? 0. ഇനി ടിയുടെ കേസിലോ? T1 മൈനസ് ക്യൂ ഇൻറ്റു T2. T1 മൈനസ് ക്യൂ ഇൻറ്റു T2 എന്താ വരും? നോക്കിയേ. T1 എത്ര? x² പ്ലസ് 1. T1 മൈനസ് അല്ലെങ്കിൽ T1 പ്ലസ് ക്യൂ ഇൻറ്റു T2. ക്യൂ എത്ര? x ഇൻറ്റു T2 എത്ര? x³ പ്ലസ് x പ്ലസ് 1 ആണോ? നോക്കിയപ്പോ എന്താ കിട്ടും മൊത്തത്തില്? ഇസ് ഈക്വൽ ടു x² പ്ലസ് 1 പ്ലസ് x ഇൻറ്റു x³ x⁴ പ്ലസ് എന്താ വരും? x² പ്ലസ് x⁴ പ്ലസ് x² പ്ലസ് x അല്ലേ? ആണല്ലോ. അപ്പൊ ഇതിനെ ചെയ്യുമ്പോ എന്താ കിട്ടും നമുക്ക്? x⁴ പ്ലസ് 2 x² ഉണ്ടോ? ഇല്ല, ഇത് x⁴ പ്ലസ് x² പ്ലസ് അപ്പൊ 2 x² വരത്തില്ലേ? x² അങ്ങ് പോയി. അപ്പൊ x⁴ പ്ലസ് x പ്ലസ് 1 ആണല്ലോ. ഇപ്പോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിനകത്ത് നമ്മൾ n എത്രയായിരുന്നു? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നേ gf(2⁴) ഇപ്പൊ n=4 ഇക്വലന്റ് വന്നു. നമ്മുടെ n=4 ആണെങ്കിൽ അതിനകത്ത് വരാവുന്ന എലമെന്റ്സ് എവിടെ തൊട്ട് എവിടെ വരെ വരാം? 0, 1, 2, 3. ഇപ്പൊ 3യെക്കാട്ടി മേളിൽ പോയില്ലേ? ഇവിടെ 4 ആയില്ലേ? അപ്പൊ നമ്മൾ 4 ആവുമ്പോ എന്തോ ചെയ്യണം? ഇതിന്റെ എന്തോ കണ്ടുപിടിക്കണം, മോഡ് കണ്ടുപിടിക്കണം. എന്തുപയോഗിച്ചാ മോഡ് കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ നമ്മുടെ മോഡ്? ഏതാ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന മോഡ്? ഏതാ? x⁴ പ്ലസ് x പ്ലസ് 1. ഇതാണ് നമ്മുടെ മോഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ എന്ത് വെച്ച് മോഡ് ചെയ്യണം? ഇപ്പൊ നമ്മൾ ചെയ്ത സാധനത്തിന് എന്ത് വെച്ച് മോഡ് ചെയ്യണം? x⁴ പ്ലസ് x പ്ലസ് 1. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? x⁴ പ്ലസ് x പ്ലസ് 1 മോഡ് x⁴. രണ്ടും സെയിം അല്ലേ? 5 മോഡ് 5 അല്ലെ? 3 മോഡ് 3. എന്തുവാ റിസൾട്ട്? റിമൈൻഡർ വല്ലതും വരുമോ? ഇല്ല. അപ്പൊ ടിയുടെ വാല്യൂ നമുക്ക് ഇവിടെ എന്തുവാ? മനസ്സിലായോ? അതായത് നിങ്ങൾ എപ്പോഴായാലും എപ്പോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് റിസൾട്ട് എഴുതുന്നതിന് മുമ്പ് നോക്കേണ്ട കാര്യം, നമ്മുടെ n4 n എന്തും ആയിക്കോട്ടെ, നമ്മുടെ അകത്തുള്ള സെറ്റ് ഓഫ് എലമെന്റ്സ് എവിടെ വരെ വരുള്ളൂ? 0 മുതൽ n-1 വരെ വരുള്ളൂ. അതിന് മേളിൽ എപ്പോ വാല്യൂ പോയാലും അതിനെ എന്തുകൊണ്ട് മോഡുലസ് ചെയ്തിരിക്കണം? നമ്മുടെ മോഡുലസ് ഏതാണോ തന്നേക്കുന്നത്, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്താണോ തന്നേക്കുന്നത്, അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മോഡുലസ് ചെയ്ത് നമ്മുടെ ലിമിറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വേണം എഴുതാൻ. മനസ്സിലായോ? അപ്പോ അതിവിടെ എഴുതിയേ, 0 എഴുതി, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി വീണ്ടും ഈ ലൈൻ കഴിഞ്ഞേ റിപ്പീറ്റ് ചെയ്യുക. R2 എവിടെ വരും? ഇവിടെ വരും. R എവിടെ വരും? ഇവിടെ വരും. T2 എവിടെ വരും? x³ പ്ലസ് x പ്ലസ് 1 ഇവിടെ വരും. T എവിടെ വരും? ഇവിടെ വരും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, R2ന്റെ വാല്യൂ എന്തുവായി? 0. നമ്മൾ എവിടെ വെച്ചാ ഈ എക്സ്റ്റൻഡ് യൂക്ലിഡിയൻ അൽഗോരിതം നിർത്തേണ്ടത്? R2 0 ആകുമ്പോഴേ നിർത്തണ്ടേ? അപ്പൊ R2 0 ആയപ്പോ നമ്മൾ നിർത്തി. ആ സമയത്തുള്ള R1ന്റെ വാല്യൂ ആണ് നമ്മുടെ GCD. ശരിയാണോ? ആ സമയത്തുള്ള R1ന്റെ വാല്യൂ GCD. അപ്പൊ ഇവരുടെ ഇതിന്റെ GCD എന്തുവാ? 1. നമ്മൾ എന്തുവാ പറഞ്ഞിരുന്നേ? ഒരു സാധനത്തിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ GCD ഓഫ് n, രണ്ടിന്റെ കൂടെ GCD എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലേ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ളെന്നാ മീനിങ്? 1 കിട്ടിയെങ്കിലേ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്നല്ലേ മീനിങ്? ആണോ? ഇവിടെ 1 വന്നു. അപ്പൊ അതിനർത്ഥം എന്തുവാ? ഈ സാധനത്തിന് എന്തുണ്ട്? x² പ്ലസ് 1ന് x² പ്ലസ് 1ന് x⁴ പ്ലസ് x പ്ലസ് 1ൽ എന്തുണ്ട്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഏതാ? ഇത് 1 വന്നു കഴിയുമ്പോൾ T1ൽ കിടക്കുന്ന വാല്യൂ ആണ് നമ്മുടെ എന്ത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് x² പ്ലസ് 1 ഇൻ x⁴ പ്ലസ് x പ്ലസ് 1 എന്ന് പറയുന്നത് ഏതാ? x³ പ്ലസ് x പ്ലസ് 1. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ഇത് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ഞാനിപ്പോ തൽക്കാലം ചെയ്യിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ ഞാൻ തന്ന രണ്ടാമത്തെ ടെക്സ്റ്റ് ഉണ്ടല്ലോ,
ഫിറോസാന ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിനകത്ത് നിങ്ങൾ ഈ പോർഷൻസ് നോക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് താഴെ എന്തോ ചെയ്താൽ കിട്ടും. നിങ്ങളുടെ മറ്റേ എന്തോ ഇത് മറ്റേ സ്കാൻ ചെയ്ത PDF ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് പേജ് നമ്പർ ഒന്നും കിട്ടത്തില്ല. താഴോട്ട് മാറ്റി നോക്കുക. ശരിക്കുമുള്ള പേജ് നമ്പർ ഇതൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു പോളിനോമിയൽസ് തുടങ്ങുന്നത് പേജ് നമ്പർ ശരിക്കും ടെക്സ്റ്റിന്റെ പേജ് നമ്പർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 108 തുടങ്ങുന്നത്. പോളിനോമിയൽസ് തുടങ്ങുന്നത് ടെക്സ്റ്റിലേത്. നിങ്ങൾ PDF എടുത്താൽ PDFന്റെ പേജ് നമ്പർ നോക്കിയാൽ 108 ആയിരിക്കത്തില്ല. ടെക്സ്റ്റിലെ പേജ് നമ്പർ ആ സ്കാൻ ചെയ്തൊക്കെ പേപ്പറിന്റെ മേളിൽ നോക്കിയാൽ മതി. 108 പോളിനോമിയൽ തുടങ്ങുന്നത്. അപ്പൊ അതിന് താഴോട്ട് മാറ്റി നോക്കിയാൽ ഈ പറഞ്ഞ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചെയ്ത് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് കാണും. അതിലെ ഫസ്റ്റ് സൊല്യൂഷൻ ആണ് എക്സാമ്പിൾ ആണ് ഞാൻ ഈ ചെയ്ത് കാണിച്ചു തന്നെ. മനസ്സിലായോ? ഇതിന്റെ കൂടെ തന്നെ ഒരു എക്സാമ്പിൾ കിടപ്പുണ്ട് കേട്ടോ. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. പോളിനോമിയൽ ഡിവിഷനും ഈ സാധനങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞൊക്കെ? ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായോ? ഇത് ഈ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിട്ടുകളയരുത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലത്തേക്ക് ഇത്രയും മതി. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക്